നിഷേധിക്കാൻ സാധിക്കുമോ? ഇരട്ടച്ചങ്കുള്ള നേതാവ് 10 വർഷം ഭരിച്ച കേരളത്തിൽ എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ പറ്റിയില്ല? അങ്ങേരുടെ കഴിവുകേടല്ല. ഇനി വി ഡി സതീശൻ ഭരിച്ചാലും ഈ കുറ്റകൃത്യങ്ങളിൽ ഒന്നുപോലും ഇവിടെ കുറയത്തില്ല, കൂടത്തതേയുള്ളൂ. കാരണം മനുഷ്യൻ്റെ അകത്ത് ഈ തിന്മയിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ അദൃശ്യ ശക്തിയാകുന്ന പാപത്തെ പിടികൂടി ജയിലിലിടാനുള്ള സംവിധാനം ഇവിടുത്തെ ഒരു ഭരണഘടനയ്ക്കും ഇല്ല. അതുകൊണ്ട് മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മനുഷ്യന് സംഭവിച്ച ചില ദുരന്തങ്ങൾ വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തി. ഒന്ന് വായിച്ചു കേൾക്കാം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വേദഭാഗങ്ങളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഒരു വലിയ വിള്ളലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ ഒന്ന് വായിച്ചാട്ടെ ശാന്തമായി. പൊതുസമൂഹം കേൾക്കട്ടെ. ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തിരുവെടുത്ത് പറയുകയാണ്, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു സൃഷ്ടാവുണ്ടെന്ന് അറിഞ്ഞിട്ടും, ഒരു ഈശ്വരനുണ്ടെന്ന് അറിഞ്ഞിട്ടും, സകലത്തെയും ചമച്ചുണ്ടാക്കിയ ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യൻ അറിയാമായിരുന്നിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ അവൻ്റെ സ്വന്തം തീരുമാനങ്ങളിൽ വ്യർത്ഥമായത് ചെയ്തു എന്നാണ്. കേട്ടെ, എന്താണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയത്? അടുത്ത വാക്യം ഒന്ന് വായിച്ചു കൊടുത്തേ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. എന്നെ കേൾക്കുന്നുണ്ടോ? മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയത്തിന്റെ അകത്ത് എന്ത് പ്രവേശിച്ചു? ഒരു ഇരുള് പ്രവേശിച്ചെന്ന് കേൾക്കണം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അപ്പോഴവരെന്ത് ചെയ്തു? മനുഷ്യൻ എന്ത് ചെയ്തു? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. കണ്ടോ, ഈ പാപം അകത്തങ്ങനെ ത്രസിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിന്റെ അകത്ത് ഒരു ചിന്ത പൊങ്ങുകയാ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. പാപം അകത്ത് കിടന്ന് തുളുമ്പുമ്പോൾ തലച്ചോറ് പറയുന്ന ചിന്തയാ, ജ്ഞാനിയാ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം, ജ്ഞാനിയാണ്. പക്ഷെ അവൻ സത്യത്തിൽ ആരാ? മൂഢനാണെന്ന് വേദപുസ്തകം പറയുക. ഒരനുഭവം പറയാം. ഈ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തല്ലേ പാലോട്. ഈ പാലോടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ വൈകുന്നേരം അല്പം നേരത്തെ ചെന്നപ്പോൾ സംഘാടകർ പറഞ്ഞു, ദേ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഒരു കത്തോലിക്ക പള്ളി പോകുന്ന അച്ചായനാ, അദ്ദേഹത്തോടൊരു അല്പസമയം സുവിശേഷമൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് ചിന്തിച്ചു. ശരി, വന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഈ അച്ചായനോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ കൈയെടുത്ത് കാണിച്ചു. എന്നോട് പറഞ്ഞു, മോൻ എന്നാ വിശ്വാസത്തിലേക്ക് വന്നേ. അപ്പം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ 7-8 വർഷമായുള്ളൂ ഞാൻ വിശ്വാസത്തിൽ വന്നേച്ച്. അപ്പം ഞാൻ അച്ചായനോട് പറഞ്ഞു, വെച്ചാൽ 7-8 വർഷമായി വിശ്വാസം. അത്രയല്ലേ ഉള്ളൂ മക്കളെ, എനിക്ക് വയസ്സ് 54 കേട്ടോ. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇനിയിപ്പം മോൻ യേശുവിനെ കുറിച്ച് പറയാൻ വരുന്നത്? കണ്ടോ അച്ചായൻ്റെ ചിന്ത കണ്ടോ? 54 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനി, എനിക്കെല്ലാം അറിയാമെന്നുള്ള ധാരണ തലയ്ക്കകത്ത് കയറി നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ കൈകൂപ്പി പറഞ്ഞു, എന്നാൽ ആട്ടെ അച്ഛാ, ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പോയേക്കാം. ആട്ടെ, പ്രാർത്ഥിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ അച്ചായനോട് ചോദിച്ചു, അച്ഛാ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ? എന്നാ മോനെ? ഞാൻ പറഞ്ഞു, അല്ല ചാച്ചാൻ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാണല്ലോ. ഈ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഉടനെ പുള്ളി ഇങ്ങനെ വല്ലാണ്ട് നോക്കുക. ഞാൻ ചോദിച്ചു, പറയാച്ചാ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഉടനെ ആ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാനൊന്ന് പറയാം, അനുകരിക്കാൻ ശ്രമിക്കാം. പുള്ളി എന്നോട് പറയുകയാണ്, യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. പുള്ളി പറയുകയാണ്, യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണേ, വേറെ പേരുകളുണ്ടോ യേശുവിനെന്ന്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷേ യേശുവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പം യേശു എന്ന്. ഒരു കാര്യം മനസ്സിലായേ, പുസ്തകവുമായിട്ട് ബന്ധമില്ല. പുസ്തകം തുറന്ന് വായിച്ചാൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടുമെന്ന് തിരുവെഴുത്തിലുണ്ട്. പക്ഷേ അച്ചായൻ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ സംഗതി ഇതുവരെ കണ്ടിട്ടില്ല. എന്താ കാര്യം? പുസ്തകം തുറക്കുന്നില്ല. പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരപടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും എല്ലാം കൊണ്ട് പുസ്തകത്തെ വെച്ച് ചെമ്പരത്തിപ്പൂം പറിച്ചിട്ട് അന്നത്തിരിയും കത്തിച്ച് പുകച്ച് വേദപുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കാതെ പുസ്തകം തുറന്ന് വായിച്ചാൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞ് ചില ആളുകളുടെ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്തയാ. എന്നാൽ ഈ ഉപദേശിമാർ പറയുന്ന കാര്യം വീട്ടിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഉണ്ടോയെന്നെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് തല്ലാൻ വരണ്ടേ? അതുപോലും ചെയ്യുകയില്ല. ഇത് പരിശോധിക്കുന്നില്ല. പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായെന്ന്. മൂഢരായിട്ട് എന്താ കാട്ടിക്കൂട്ടിയെന്ന് കേൾക്കണ്ടേ? ഒന്ന് വായിച്ചു കൊടുത്തേ അടുത്ത വാക്യം. അക്ഷയനായ ദൈവത്തിന്റെ
തേജസ്സിനെ ആ അവർ ക്ഷയമുള്ള മനുഷ്യൻ, ആ പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പാപം അകത്തോട്ട് കയറിയപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി, ദൈവത്തിന്റെ പുത്രൻ എന്ന പദവിയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, ആദാം ദൈവത്തിന്റെ മകനെന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പദവിയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ അവൻ ചെയ്ത കണ്ടോ? ദൈവത്തെ സൃഷ്ടിച്ച ദൈവത്തെ അങ്ങ് മറന്നിട്ട് അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവൻ പങ്കുവെച്ചു. ആർക്ക്? സൃഷ്ടാവിനെ അങ്ങ് മറന്നിട്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തെന്ന് തലേ കയറിയോ? സൃഷ്ടാവിനെ അങ്ങ് മറന്നു. എന്നിട്ട് ആ മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചതെന്ന് ഒന്നുകൂടെ എണ്ണി പറഞ്ഞേ. ആർക്കൊക്കെ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് അവർ ക്ഷയമുള്ള മനുഷ്യൻ. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുത്തു? പറ ദൈവമക്കൾ, പറ ആർക്ക് കൊടുത്തു? ആ മനുഷ്യന്. നിങ്ങൾ ഇതെന്താ അതിശയമായിട്ട് ആദ്യം കേൾക്കുന്ന പോലെ? ഇന്ന് ഈ കൊച്ചു കേരളത്തിൻ്റെ അകത്ത് വരെ മനുഷ്യൻ എങ്ങനെ ആൾ ദൈവമായി മാറി? പറ. ഇന്ന് കേരളത്തിലെ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഓരോന്ന്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എടാ, എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടൻ മലയാളി, നീ ചിന്തിക്കടോ. മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ ഇവിടെ ആൾ ദൈവങ്ങളായി മാറുക. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യൻ. മനസ്സിലാക്കുന്നുണ്ടോ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചപ്പോൾ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി. മനുഷ്യന് മഹത്വം കൊടുത്തു. എത്ര തണ്ടും തടി ഇറച്ചിയൊക്കെ ഉള്ള മനുഷ്യൻ ജിമ്മിൻ്റെ അകത്ത് പോയി മസിലൊക്കെ ഉരുട്ടി പിടിച്ച് അവിടെ എവിടെയൊക്കെ മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുന്ന മനുഷ്യനാണെങ്കിലും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇല്ല, പുലയനാർ കോട്ടെ പോണ്ടേ? വേണ്ടേ? അവിടെ ചെന്ന് കിടന്ന് എന്ത് ചെയ്യും? വലിക്കും. ആണോ? ഉള്ളയാണോ ഈ പറഞ്ഞേ? അപ്പോൾ എത്ര കിലോ ഇറച്ചിയുള്ളവനാണെങ്കിലും ഒരു ശ്വാസം, വേദപുസ്തകം പറയുക, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ഒരൊറ്റ ശ്വാസത്തിൻ്റെ ഉടമയായ മനുഷ്യനെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തെന്ന് കേൾക്കുന്നുണ്ടോ? മനുഷ്യന് മഹത്വം കൊടുത്തു. പിന്നെ ആർക്കാ? വൈര് പക്ഷിക്ക് കൊടുത്തു. പിന്നെ നാൽക്കാലിക്ക് കൊടുത്തു. പിന്നെ ഇഴജാതിക്ക് കൊടുത്തു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സൃഷ്ടാവിന് കൊടുക്കേണ്ട, ഈശ്വരന് കൊടുക്കേണ്ട, പടച്ചവന് കൊടുക്കേണ്ട, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്ത് ചെയ്തു? സൃഷ്ടിക്ക് പങ്കുവെച്ചു. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞെന്ന് വല്ലവരും തലേ കയറിയോ? പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. മനസ്സിലായില്ല? താഴെ ഇഴജാതി, മേലെ നാൽക്കാലി, അതിൻ്റെ മേലെ ഇരുകാലി, പിന്നെ ഇഴജാതിക്ക് 2 ചിറകും. ചിലർക്കൊക്കെ പിടി കിട്ടുന്നുണ്ട്. പമ്മി ഇരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വ ഇപ്പോൾ ATM കൗണ്ടർ അടിച്ച് ജംഗ്ഷനിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തി, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യനെ സ്വാധീനിച്ചപ്പോൾ സൃഷ്ടിച്ച ദൈവത്തെ മറന്നു. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അങ്ങ് മറന്നിട്ട് ക്ഷയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചുമയ്ക്കുന്ന മനുഷ്യൻ, വെറും ക്ഷയരോഗിയായ മനുഷ്യൻ, ഈ മനുഷ്യന് മഹത്വം കൊടുത്തു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, ദുരന്തം, അവൻ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുപോയി എന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യനും പാപത്തിലായി. ഇപ്പം ചില ആളുകൾക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് ചോദിക്കാം, ഉപദേശി താങ്കൾ പറഞ്ഞത് അംഗീകരിക്കുന്നു, ആദമോവയും പാപം ചെയ്തു, അതിൻ്റെ പേരിൽ നിങ്ങൾ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായിക്കോ, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപികളായിക്കോ. അതിന് ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്ന എന്തിനാന്ന് ഒരു വാദത്തിന് വേണേൽ ചോദിക്കാം. ശരിയാ, നല്ല ചോദ്യമാണ്. അതെന്തിനാ അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നത്? ഉത്തരം പറയാം. നോക്ക്, ആദാമ്യ പാപം നിമിത്തം എങ്ങനെ സകല മനുഷ്യരും പാപിയായി എന്ന ചോദ്യത്തിന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണം. ഇന്ന് നമ്മുടെ രാജ്യത്ത്, ലോകത്തും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത മാരക രോഗമായി മനുഷ്യൻ കാണുന്ന ഭീതിയുള്ളൊരു രോഗം നിലനിൽക്കുന്നുണ്ട്. എന്താ അത്? HIV എന്ന് പറയുന്ന രോഗം, എയ്ഡ്സ് ബാധിക്കുന്ന രോഗം. അപ്പോൾ ഈ HIV രോഗം ബാധിച്ച ഒരപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചെന്നിരിക്കട്ടെ, ആ കുഞ്ഞാരായിരിക്കും? പറ. എയ്ഡ്സ് രോഗിയായിരിക്കും. എൻ്റെ ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം പറഞ്ഞേ. ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഈ ചോരക്കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് അബദ്ധത്തിൽ ഷേവ് ചെയ്തതുകൊണ്ട് രോഗിയായതാണോ?
അല്ലെന്ന്. ഈ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നു. ഇവിടുത്തെ ഒരു മെഡിക്കൽ സയൻസിനും എതിർപ്പില്ല, ഇവിടുത്തെ ഒരു ബുദ്ധിജീവികൾക്കും എതിർപ്പില്ല, ഇവിടുത്തെ ഒരു ശാസ്ത്രത്തിനും എതിർപ്പില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താ ഉത്തരം? അല്ല ഉപദേശി, അത് പിന്നെ അപ്പൻ്റെ അമ്മയുടെ രക്തത്തിലൂടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെലോട്ട് വന്നതല്ലേ ഉപദേശിന്ന്. ആണല്ലോ. അങ്ങനെങ്കിൽ ആദാം ഹൗവ പാപം, ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുമെന്നുള്ളതിൻ്റെ അല്ലേ ഉത്തരം വേണ്ടത്? അതിനൊരു ഉത്തരം ബൈബിൾ പറയുന്നത് ഒന്ന് വായിച്ചു കൊടുത്തേ. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് വായിച്ചു കൊടുത്തേ. 17:26 വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് സകല മനുഷ്യരും പാപിയാകുന്നു, എങ്ങനെയാകുന്നു? അതിന്റെ ഉത്തരമാണ് അവിടെ വായിക്കുന്നത്. ഒന്ന് വായിച്ചു കൊടുത്തേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഒന്ന് വിശദീകരിക്കാം, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തെക്കുറിച്ച് പറയുക കേട്ടോ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. എന്നെ പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ വാക്യത്തെ അല്പം കൂടെ ഒന്ന് ലളിതമാക്കാൻ പോവുക. ദേവദാസനെ, അവിടെ 2 പദമുണ്ട്. ആമേൻ. അവൻ എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ, അത് ദൈവത്തെ കുറിക്കുന്നു. അതുകൊണ്ട് അവിടെ ദൈവമെന്ന് തന്നെ വായിക്കുക. ആമേൻ. ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുന്നു. അതുകൊണ്ട് അവിടെ ആദമെന്ന് വായിക്കുക. അങ്ങനെ ഒന്ന് വായിക്കാമോ? ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. കണ്ടോ? ഇപ്പൊ കേട്ടവർക്ക് ഒന്നുകൂടെ ക്ലിയർ ആയി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ സൃഷ്ടാവായ ദൈവം ഒരുത്തനിൽ നിന്ന്, അഥവാ ആദമിൽ നിന്ന്, ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, ആണോ? ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, ആണോ? മുസൽമാനെ സൃഷ്ടിച്ചെന്നാണോ? അല്ല. പിന്നെയോ? മനുഷ്യജാതിയെ സൃഷ്ടിച്ചെന്ന്. വല്ല തല കയറിയോ? നമ്മുടെ നാട്ടിലെ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെ എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. മനസ്സിലായോ? എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എല്ലാം ഒറ്റ രക്തമാണെന്ന്. ഇത്രയും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം? അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും നിന്റെ സഹോദരങ്ങളാണ്, നിന്റെ കൂടപ്പിറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനമല്ലേ ഈ കാലത്ത് ആവശ്യം? വേദപുസ്തകം കൃത്യമായി പറയുക, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ദൈവമെന്ന് പറയുന്ന കക്ഷി ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല. ദൈവമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്ന ഒന്ന് അല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പൂട്ടിയിടാൻ പറ്റുന്നവൻ അല്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. ദൈവം എവിടാ കുടിയിരിക്കുന്നത്? അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ലെന്ന്. മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം കുടിയിരിക്കുന്നില്ല. മനസ്സിലായോ? ഇവിടെ ആളുകളുടെ ചിന്ത ദൈവത്തെ പിടിച്ച് പൂട്ടി കെട്ടിടത്തിൽ ഇട്ട് വെക്കാവുന്നേ. അങ്ങനെ ഒരു രീതിയിൽ വസിക്കുന്നയാളല്ല ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. മനസ്സിലായോ? അല്ലാതെ ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ നിലത്ത് കിടക്കുന്ന ഈ പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. മനസ്സിലായോ? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അനുസരിക്കും. ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്നവൻ പറയും. അല്ല, മനസ്സിലായോ? മൂക്കി ശ്വാസം ഒരു പെന്തിക്കോസുകാരോടും കൂടെ ചേർത്ത് പറയാം, നിങ്ങളും കൂടെ കേൾക്കാനാണ് പറഞ്ഞത്. ഇപ്പം ചില ന്യൂ ജനറേഷൻ ക്ഷുദ്രജീവികൾ സ്റ്റേജിൽ കയറി കിടന്നു, ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങ്. ഇവൻ പറയുമ്പോൾ ഇറങ്ങാനും കയറാനും അവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. ഇതാദ്യം മനസ്സിലാക്കിക്കോണം. ഇവിടെ പലതും കയറി ഇന്നങ്ങ് കമാൻഡ് ചെയ്യുക, ഇപ്പോൾ തന്നെ ശക്തിയോ. പിന്നെ നിൻ്റെ പണിക്കാരനല്ലേ നീ പറയുമ്പോൾ അങ്ങോട്ട് കയറാനും ഇറങ്ങാനും. എടാ, വേദപുസ്തകം പഠിച്ചാൽ പഠിക്കുന്നവന് കൃത്യമായിട്ടറിയാം പിതാവായ ദൈവമെന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ബഹുമാനവും ചങ്കിൻ്റെ അകത്ത് വരുന്നോ അതിലൊരു തരി പോലും കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണ്ടേ, പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണ്ടേ. കാരണം തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവമല്ലേ. ഇവിടെ സംഭവിക്കുന്നത് എന്തുവാ? യഹോവ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടി. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം കർത്താവ്. പരിശുദ്ധാത്മാവ് വേലക്കാരൻ. ഈ മനോഭാവം മാറണം. പിള്ളേർ കളിക്കാനുള്ളതല്ല ശുശ്രൂഷ.
ഇപ്പം കാലമൊക്കെ മാറി വരിക. ഇപ്പം ഇങ്ങനത്തെ ആരാധനയൊന്നും ഇപ്പോൾ പിടിക്കുന്നില്ല പലതിനും. ഇപ്പം ഒരു മൂത്ത അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ ആരാധന ഇങ്ങനൊന്നും പോരാന്ന്. പിന്നെ എങ്ങനെ വേണം? ശ്രീമാൻ വേടനെ പോലെ വേണമെന്ന്. നല്ലതാ പുള്ളി പറഞ്ഞു കൊടുക്കുക പിള്ളേരോട്, ഇങ്ങനത്തെ ആരാധനയൊന്നും പോരാ. പിന്നെ ലൈറ്റൊക്കെ അണച്ച് ഇരുട്ടല്ലോ സുഖപ്രദം, ബ്ലിങ്കുന്ന ലൈറ്റൊക്കെ ഇട്ട് DJ. അപ്പോൾ തൊട്ടാ പൊട്ടുന്ന പിള്ളേരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അവരെന്ത് ചെയ്യും? ഇപ്പോൾ പലയിടത്തും തുടങ്ങി വെച്ചിട്ടുണ്ട്. ആരാധനയുടെ ചിത്രമൊക്കെ അങ്ങ് മാറി, ഇതെല്ലാം മാറി. ഇപ്പോൾ മൊത്തം തുള്ളിക്കളിയാണ്. കയറി ബ്ലിങ്ക് ലൈറ്റൊക്കെ അടിച്ച് DJ ഒക്കെ ഇട്ട്. പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ വരി എന്തോ ചെയ്യുമെന്നായിരുന്നു. പുള്ളി പാടുന്നത് നമുക്ക് ചർച്ചയിൽ പാടാൻ പറ്റത്തില്ല. കടലമ്മ കരഞ്ഞല്ലേ പറ്റേന്നാ പുള്ളി പാടുന്നത്, നമുക്ക് ഇവിടെ പാടാൻ ഒക്കത്തില്ല. അപ്പോൾ പിന്നെ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് വരി അങ്ങ് മാറ്റിയാൽ പോരെന്ന്. ഇനിയിപ്പം വരി മാറ്റി ഇറങ്ങും. മറിയാമ്മ കരഞ്ഞല്ലേ പെറ്റത്, ഉണ്ണി ഷോയ അവളല്ലേ, വരും. ഇതെല്ലാം വരും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുഞ്ഞു കളിക്കാനുള്ളതല്ല ആത്മീയ ശുശ്രൂഷ. മനസ്സിലാകുന്നുണ്ടോ? ജോലി ചെയ്യാൻ വിയർപ്പിൻ്റെ അസുഖമുള്ളവർക്കെല്ലാം എടുത്തുകൊണ്ടിറങ്ങാൻ പറ്റുന്നതല്ല ബൈബിള്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിനൊരു പവിത്രതയുണ്ട്. ഇത് ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ശുശ്രൂഷാമുഖത്തേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ഒരു വരി ഞാൻ പെന്തക്കോസ്തുകാരോട് പറഞ്ഞത്, ആരാധനയ്ക്ക് വേദപുസ്തകത്തിൽ ചിട്ടയുണ്ട്. ആ ചിട്ടയനുസരിച്ച് ചട്ടപ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്ന എബ്രായ ലേഖനത്തിൽ. അത് അകത്ത് പഠിപ്പിക്കേണ്ടതായതുകൊണ്ട് ഞാനിപ്പോൾ പുറത്ത് ഇത് പറയുന്നില്ല. ആരാധനയ്ക്ക് വേദപുസ്തകത്തിൽ കൃത്യമായ ചിട്ടയുണ്ട്. എന്തിന്? ഒരു വരിയും കൂടെ പറയാം. ഒരു പാട്ട് എഴുതുന്നതിന് പോലും ചിട്ടയുണ്ട്. ഒരു പാട്ടിന് പോലും, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഒരു പാട്ടിന് ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുക, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങളൊക്കെയും നിൻ്റെ തലമുറയ്ക്കൊരു വായ്പാട്ടായിരിക്കണം. അല്ലേ? അത് നീ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അതിനെക്കുറിച്ച് നിൻ്റെ തലമുറയോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അത് അവരുടെ വായിലൊരു വായ്പാട്ടായിരിക്കണം. ഏത്? യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ. അത് പഴയ നിയമം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. വാക്ക് ശ്രദ്ധിക്കണം, തമ്മിൽ പഠിപ്പിച്ചും. അപ്പോൾ എന്താ പാട്ട്? ഈ രണ്ട് വാക്യം കൂടെ ഒന്ന് ചേർത്ത് വെച്ചേ. എന്താ പാട്ട്? ദൈവത്തിൻ്റെ കൽപ്പന, അത് നാം ഏറ്റു പാടുമ്പോൾ അത് തമ്മിൽ വചനം പഠിപ്പിക്കുന്ന അനുഭവമാകണം. ചിലർക്ക് തലേ കയറിയില്ല. സിമ്പിളായി പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനോട് പറയാം, മോളെ ഞായറാഴ്ച ചർച്ചയിൽ വരുമ്പോൾ 84-ാം സങ്കീർത്തനം നീ കാണാതെ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറയാം. കൊച്ചാകെ പേടിച്ചു, അയ്യോ 84-ാം സങ്കീർത്തനം ഒരു വരി മതിയോ? ഒരു വരി പോരാ, നീ ഫുള്ളും പഠിക്കണമെന്ന്. ഈ ഫുള്ള് പഠിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൊച്ചാകെ വെപ്രാളപ്പെട്ടു. ഉടനെ കൊച്ചിൻ്റെ പപ്പ വന്നേച്ച് മമ്മിയോട് പറഞ്ഞു, നീ ചുമ്മാ ഇരടി, കൊച്ചിനെ പേടിപ്പിക്കാതെ, കൊച്ച് അതൊന്നും പറയണ്ട പോട്ടെ, അവൾക്ക് അതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കൊച്ചിനെ അങ്ങ് സമാധാനിപ്പിച്ചു. എന്നിട്ട് പപ്പ പറഞ്ഞു, പപ്പ ഒരു പാട്ട് പഠിപ്പിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. പാട്ട് പഠിപ്പിച്ച് തരാം. അപ്പോൾ പപ്പ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. അതേത് സങ്കീർത്തനമാണ്? ഉണ്ടെന്നില്ല. അതിന് മറിച്ച് നോക്കണോ? 84-ാം സങ്കീർത്തനം അല്ലേ? ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ അല്ലേ? ആമേൻ. അതാ ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് പറയുന്ന 84-ാം സങ്കീർത്തനം. അത് കാണാതെ പഠിക്കാൻ പറ്റാത്ത കൊച്ചിന് അത് പാട്ട് രൂപത്തിൽ പഠിച്ചപ്പോൾ കൊച്ചത് കാണാതെ പഠിച്ചു. കൊച്ചത് ചർച്ചയിൽ വന്ന് പാടിയപ്പോൾ ഇരുന്നവരെല്ലാം അത് ഏറ്റുപാടി. അത് ഏറ്റുപാടിയപ്പോൾ 84-ാം സങ്കീർത്തനം തമ്മിൽ പഠിപ്പിക്കുന്ന അനുഭവമായി അത് മാറി. അതാ പാട്ട്. മനസ്സിലായോവല്ലോ? ഇതൊന്നുമില്ല. ഇപ്പോൾ ഓരോ വട്ടുപിടിച്ചവന്മാർ രാവിലെ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കും, പേനയെടുക്കും, അങ്ങ് എഴുതും. എന്താ പറയാനാ, എന്തൊരിപ്പം ചെയ്യാനാ, പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയാണ്. ഇനിയിപ്പോൾ നമ്മളെന്നാ വേണം? ഇങ്ങനെ കുറേ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ എണ്ണം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക. പാട്ട് അതൊന്നും അല്ല. വേദപുസ്തകത്തിൽ കൃത്യമായ പ്രമാണമുണ്ട് ഒരു പാട്ട് എഴുതുന്നതിന്. ഇതൊക്കെ അറിയുന്നവരൊന്ന് ഈ പറഞ്ഞു കൊടുക്കണം. അനക്കമൊക്കെ പോയല്ലോ. നാട്ടുകാരെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, നമ്മളെ പറയരുതെന്ന്. മനസ്സിലായോ? ഇപ്പോൾ എല്ലാം തീയുടെ പുറകെയാണ്. തീ പോലെ ഞാൻ ഒന്നും പറയുന്നില്ല. സ്തോത്രം. വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. അങ്ങ് പഴയ നിയമത്തിൽ കത്തിയ, ഓരേബിൽ കത്തിയ തീയുടെ അടുക്കലേക്കല്ല നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും, നമ്മളെ എവിടെ നാം തീക്കായി വിളിക്കപ്പെട്ടവർ അല്ലെന്നും, പരിശുദ്ധാത്മാവിനെ ഒന്നും തീയോട് ഉപമിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആകെ കൂടെ യവന്മാർക്ക് കിട്ടുന്നൊരു വാക്യം പരിശുദ്ധ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവെന്ന. അവിടെ എഴുതിയിരിക്കുന്ന നാവെന്ന, നാക്കിനെ ആ തീയോട് ഉപമിച്ചത്, പരിശുദ്ധാത്മാവിനെ അല്ല.
ഇനി അതെന്തിനാന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാവിൽ തീ കൊണ്ട് കനൽ കൊണ്ട് തൊട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സംസാരിക്കുവാനുള്ള ദൈവിക അധികാരം പകരപ്പെടുക. ഇതൊന്നും ഇല്ലാതെ അക്ഷരീക തീയാന്നും പറഞ്ഞ് കിടന്നങ്ങ് അറമാദിക്കുക. ഇനി പാസ്റ്റർ എന്തോ പറഞ്ഞാലും ശരി, ആത്മാവ് തീയാ തീ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ഈ തീയുടെ പുറകെ പോക്കോ, ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയ. അന്നേരം പറയണം ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് വന്നെന്ന്, കെടാത്ത തീ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയാം, എന്ത് കേട്ടാലും തുള്ളരുത്. ഇതൊക്കെ വേദപുസ്തക അടിസ്ഥാനമാണോ എന്ന് പരിശോധിക്കണം. ഇടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവും. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങൾക്ക് കൂടെ തരുന്നത്. ഇനി തിരിച്ചു വരാം. അപ്പം മനുഷ്യൻ പാപം അകത്തു കയറിയപ്പോൾ ആ പാപം അടുത്ത തലമുറയിലേക്ക് വരുവാനുള്ള കാരണം വായിച്ചത് അവൻ ഏകനാൽ, കണ്ടോ എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്നാണ് ഈ മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒറ്റ രക്തമാണ്, ഒറ്റ രക്തം. ഉപദേശി പറഞ്ഞത് കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമാണെന്നോ? അതെ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അതൊന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിൽ കൊടുക്കുക. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇന്ന് ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കുക. മറക്കരുത്, ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി അടുത്തുള്ള ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഇവിടെ ഞങ്ങളിലൊരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ, തരുമോ? പറ. അങ്ങനെ ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തമാണെന്ന് പറയും. ഒറ്റ രക്തത്തിൻ്റെ ഉടമയായി ഈ കസേരയിൽ ഇരിക്കുന്നതും ഇവിടെ നിൽക്കുന്നതും എല്ലാം. കൈ മുറിച്ചാൽ പുറത്തോട്ട് വരുന്ന ഒറ്റ രക്തം. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, കളറിൻ്റെ, കൊടിയുടെ ഒക്കെ പേര് തമ്മിലടിക്കുന്ന മനുഷ്യന്മാർക്ക് രക്തം കൊടുക്കുമ്പോൾ മസിലുണ്ടോ? പറ, നിങ്ങൾ പറ. കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പാഞ്ഞു പോയി, ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി, തലപൊട്ടി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ നമുക്ക് കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോടാ കരഞ്ഞ്, ഈശോയേ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുന്നൊരു നിലവിളി. തൊട്ടപ്പുറത്തെ ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി കൊടുത്ത് RSSകാരൻ കരച്ചിൽ കേട്ടേച്ച് പറഞ്ഞു, അമ്മ കരയണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ, നീ ഇന്നും വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, പറയുമോ? പിന്നെ എന്തിനാടോ മനുഷ്യന്മാർ ഈ കിടന്ന് തമ്മിലടിക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിൻ്റെ പേരിൽ ഈ തമ്മിലടിക്കുന്നത്? നിൽക്കുന്ന നിപ്പി താഴോട്ട് ഉരുണ്ട് വീണാൽ പൊക്കിയെടുക്കുന്നവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് ബോധം വന്നാലല്ലേ അറിയാൻ പറ്റൂ. അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. അതുകൊണ്ട് ഈ ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്ന് സൃഷ്ടാവായ ദൈവം പലതവണ പഠിപ്പിച്ചു മനുഷ്യനെ. 2 പ്രളയത്തിലൂടെ പഠിച്ചോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് വിളിച്ചു. എന്നിട്ട് പഠിച്ചോ? അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് ഇരച്ച് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയുക, പപ്പയും മമ്മിയും കുടുങ്ങിക്കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കണമെന്ന്. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്നു. മനസ്സിലായോ? ഇനി അടുത്ത പ്രളയം പറഞ്ഞ യവന് ബോധം വരാൻ മക്കൾ നാട്ടിൽ തിരിച്ചു വന്ന് മതിലിന് 2 ഘട്ടം കൂടെ പൊക്കി കെട്ടി, പുതിയ ബോർഡും വെച്ചു, അന്യരകത്ത്. പക്ഷേ പ്രളയം വന്നപ്പോഴോ ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, എല്ലാം കൂടെ ഒരേ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി കിടക്കുന്നു. ഒരാൾ പിന്നെ മുണ്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു, സാരി വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നു, കയറെറിഞ്ഞ് കൊടുക്കുന്നു. വേറൊരുത്തനാണ് കുനിഞ്ഞ് ഒന്ന് മുതുക് ചവിട്ടി കയറാൻ കാണിച്ചു കൊടുക്കുന്നു. ജാതി പ്രശ്നമില്ല, ചവിട്ടുന്നവൻ്റെ പേര് പോലും ചോദിക്കുന്നില്ല. നീ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാ, നീ കറുത്തവനാണോ വെളുത്തവനാണോ ഹിന്ദുവാണോ മുസ്ലിമോ ഒന്നും ചോദിക്കുന്നില്ല. കുനിഞ്ഞു കൊടുത്തു, ചവിട്ടി കയറ്റി എല്ലാം കൂടെ പിടിച്ചു കൊണ്ടുവന്ന് ദുരിതാശ്വാസ ക്യാമ്പിലിട്ടു. യവനാണെ കിടക്കാൻ ബെഡ് വേണ്ട, ടാർപ്പ മതി, അതിനകത്ത് കിടക്കുന്നു. പുതയ്ക്കാൻ അവന് ഷീറ്റ് വേണ്ട, അപ്പുറത്തവൻ്റെ കയ്യിലെടുത്ത് ഇവൻ പുതയ്ക്കുക, ഇവനൊരു കുഴപ്പമില്ല. അപ്പുറത്തവൻ കൊണ്ടുവന്ന പഴങ്കഞ്ഞി ഉണക്കമീനെടുത്ത് ഇവൻ അടിക്കുക. ഇവൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കിടപ്പുണ്ട്, പക്ഷേ എടുക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഇവന് പഴങ്കഞ്ഞി മതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. മറ്റവൻ്റെ അച്ചാറെടുത്ത് ഇവൻ കഴിക്കുന്നു, ഇവൻ്റെ അച്ചാറെടുത്ത് മറ്റവൻ കഴിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, സന്തോഷം, എന്തൊരു സ്നേഹം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോകും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ. സ്നേഹമല്ലയോ? അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അടി അങ്ങ് തുടങ്ങുക. നോക്കേ മനുഷ്യൻ്റെ പൊതു സ്വഭാവം. അപ്പം എന്താണ് ഇതിൻ്റെ ആത്യന്തിക കാരണമെന്ന് അരിയാഹാരം കഴിക്കുന്നവൻ ഇനിയെങ്കിലും ചിന്തിക്കണം. ഇവനെ ഭിന്നിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അകത്തു കൂടിയിരിക്കുന്ന ഈ പാപമാണ്. ഈ പാപത്തിൽ നിന്നാണ് മനുഷ്യന് മോക്ഷം ലഭിക്കേണ്ടത്.
പാപമാണ് ഇവിടുത്തെ വില്ലൻ, മനുഷ്യനല്ല ഇവിടുത്തെ വില്ലൻ. അപ്പുറത്ത് കിടക്കുന്ന കാവി എടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന ഒപ്പിയിട്ടവനും അല്ല നിന്റെ ശത്രു. നിന്റെയും എൻ്റെയും ശത്രു എന്ന് പറയുന്നത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന പാപം എന്ന് പറയുന്ന ഇരുട്ട്. അതിൽ നിന്നാണ് മനുഷ്യന് മോക്ഷം ലഭിക്കേണ്ടത്. പണ്ട് മദ്രസയിൽ പഠിച്ചപ്പോൾ ഞങ്ങളോട് പഠിപ്പിക്കുമായിരുന്നു, ആദമോവയും പാപം ചെയ്തു, ശരിയാ, പക്ഷേ ദൈവമായ പടച്ചവൻ സട്ടാവ് ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനുമായതുകൊണ്ട് അവരുടെ പാപങ്ങൾ തോട്ടത്തിൽ വെച്ച് തന്നെ അങ്ങ് പുറത്തു കൊടുത്തു എന്നും അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ മണ്ടത്തരമാണ് പഠിപ്പിക്കുന്നതെന്നുമാണ് പണ്ട് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായി, വിഷയം വേദപുസ്തകം പറയുന്നതാണ് ശരി. എന്തുകൊണ്ടാണ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ വേണ്ടേ? പറഞ്ഞേ. നമ്മൾ ഈ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഈ കല്ലും മണ്ണുമൊക്കെ വന്ന് നിറയുന്ന ഒരു സഞ്ചി ഉണ്ടെന്നാണ് പറയുന്നത്. അത് നിറഞ്ഞു കഴിയുമ്പോൾ വയറ്റിന് വേദന വരും. അപ്പോൾ ഡോക്ടർ പറയും എന്തോ അപ്പൻഡൈസോ എന്തെങ്കിലും ആട്ടെ, അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്ത് ഈ സഞ്ചി എടുത്ത് കളയണമെന്ന് പറയും. അപ്പോൾ ഈ സഞ്ചി നിറഞ്ഞാണ് രോഗം, പക്ഷേ ലക്ഷണം എന്തുവാ? വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ലക്ഷണം. അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് ഈ സഞ്ചി എടുത്ത് പുറത്ത് കളഞ്ഞാൽ രോഗം എന്ത് ചെയ്തു? മാറി. രോഗം മാറിയാൽ പിന്നെ എന്ത് മാറണം? വേദന മാറണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, വേണ്ടേ? മാറണം. അപ്പോൾ പാപം ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം അങ്ങ് പുറത്തുനിന്നിരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി അങ്ങ് പുറത്തുനിന്നിരിക്കട്ടെ. പാപം അങ്ങ് ക്ഷമിച്ചു കൊടുത്തു. ദൈവം ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും കരുണയുള്ളവനൊക്കെ ആയതുകൊണ്ട് പാപം അവിടെ വെച്ച് തന്നെ ആദമനും ഹവ്വയും അങ്ങ് പുറത്തു കൊടുത്തെന്നിരിക്കട്ടെ ഒരു വാദത്തിന്. അങ്ങനെ പാപം അവിടെ വെച്ച് തീർന്നെങ്കിൽ പാപ സ്വഭാവം തീരണ്ടേ? ഇന്നും തീർന്നിട്ടുണ്ടോ? തൊട്ടടുത്ത തലമുറ കയ്യനും ഹാബേലും കൂടെപ്പുറപ്പ് ഒരുത്തനെ കൊന്നു കളഞ്ഞില്ലേ? അപ്പോൾ രോഗം മാറി, പക്ഷേ ലക്ഷണം മാറിയില്ലെന്നാ പണ്ട് പഠിച്ച്. പക്ഷെ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായി, രോഗം മാറിയിട്ടില്ല, പാപം മാറിയിട്ടില്ല. മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപത്തിൽ നിന്നാണ് ആത്യന്തികമായി മനുഷ്യന് മോക്ഷം ലഭിക്കേണ്ടത്. ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, കളറിൻ്റെയും കൊടിയുടെ ഒന്നും പേരിലല്ല. ഇവിടെ ആത്യന്തികമായി നിലനിൽക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട്. ഇത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നു. ഈ ഇരുട്ട് പുറത്തായാൽ കാവി ഉടുത്തവനെ, തൊപ്പിയിട്ടവനെ, കൊന്തയിട്ടവനെ എന്ത് വിളിക്കാൻ സാധിക്കും? എന്ത് വിളിക്കാൻ സാധിക്കും? ബ്രദറെ എന്ന് വിളിക്കാൻ സാധിക്കും. ഉപദേശി ആവേശത്തോടൊക്കെ പറയുന്ന കൊള്ളാം. അങ്ങനെ വിളിക്കുന്ന ആരെങ്കിലും നാട്ടിലുണ്ടോ? കയറി വാ കുഞ്ഞേ, കയറി വാ, കാവി ഉടുത്തോ, ചരട് കെട്ടിയോ, കൊന്തയിട്ടോ ഈ സ്റ്റേജിലോട്ട് കയറി വാ. നല്ല ഒന്നാന്തരമായിട്ട് ഈ ലൈവിലൂടെ ചലഞ്ച് ചെയ്ത് പറയാം, ഈ കസേരയിൽ നിരന്നിരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും നിങ്ങളെ ആദ്യം വിളിക്കുന്ന എന്തായിരിക്കും എന്നറിയോ? ബ്രദർ. എന്താ പേര്? സഹോദര. എന്ത് ചെയ്യുന്നു? ബ്രദർ എവിടെ താമസിക്കുന്നു? കണ്ടോ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും തോളത്ത് പിടിച്ച് ബ്രദറെ, സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. അല്ലാതെ ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഷമീറെ പേര് മാറ്റാത്ത എന്താന്ന്? എടോ, ഈ പുസ്തകം എന്നോട് പേരോ സർട്ടിഫിക്കറ്റോ മതമോ ഒന്നും മാറ്റാൻ പറയുന്നില്ലടോ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഇത് ചുമക്കുന്നത്? മതം മാറണമെന്ന് ഈ പുസ്തകം എന്നോട് ആവശ്യപ്പെട്ടാൽ ഈ ദൈവത്തെ എനിക്ക് വേണ്ട. ഈ പുസ്തകം ആവശ്യപ്പെട്ടത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. ഇന്നലെ വരെ ജീവിച്ച ജീവിതമാണ് മാറേണ്ടത്. ഇവിടെ മനുഷ്യൻ്റെ പേരും മതവും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശമല്ല സുവിശേഷം. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറണം. മനസ്സിലായോ? ഇവിടെ ഈ കാട്ടാക്കടയ്ക്കടുത്ത് കുണ്ടമൺ കടവിൽ കള്ളുഷാപ്പ് നടത്തി വിറ്റ് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്രാൻസിസ് ഈ പേയാട് ഒത്തിരി ചെറുപ്പക്കാരെ കുടിപ്പിച്ചു. ഇഷ്ടംപോലെ കാശുള്ള മേഖല, അബ്കാരി മേഖല. അതൊക്കെ നിർത്തിയിട്ട് ഉപദേശിപ്പണിക്ക് ഇറങ്ങിയത് മണ്ടത്തരമല്ല. ഇന്നലെ വരെ ജീവിച്ച ജീവിതമാണ് മാറേണ്ടത്. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് കേരളത്തിൽ മനുഷ്യന് വരേണ്ട മാറ്റം. ആ മാറ്റം ഇന്ന് വരെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഉത്തരം, പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം പൊതുസമൂഹത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, കളറിൻ്റെയും കൊടിയുടെയും പേര് തമ്മിലടിക്കുക. പക്ഷേ ഈ കൂടാരത്തിനകത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ഷമീറും സിയാദും നാരായണൻ, ഗോപാലകൃഷ്ണൻ, ശശിയും സുരേഷും സുമേഷും രതീഷും ഒന്നിച്ചിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉലകത്തിലുള്ളൂ. അതാണ് ദൈവസഭ. ഇതിൻ്റെ അകത്ത് ആ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ചിരിക്കും, ഏക ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കും, ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ. കാരണം ഞങ്ങൾക്ക് ലഭിച്ച ലോട്ടറി എന്ന് പറയുന്നത് പാപമോചനമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന ലോട്ടറി, ഭാഗ്യം,
അത് പാപമോചനമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, ഗൾഫിൽ പോകും, ദുബായി പോകും, ബിസിനസ് വർദ്ധിക്കും, കടഭാരം മാറും എന്നൊക്കെ പ്രസംഗിക്കുന്ന കുറേ കച്ചവടക്കാർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇമാതിരി ക്ഷുദ്രജീവികളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇവിടെ ആളുകളെ പറ്റിച്ച് ബൈബിളിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്നവർ ചുറ്റുമുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ കണ്ട ആ കച്ചവടക്കാരല്ല ദൈവസഭ. ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. സ്തോത്രം. നല്ലതും തീയതും എല്ലായിടത്തും ഉള്ള പോലെ ഞങ്ങളുടെ ഇടയിലുമുണ്ട്. ഏതെങ്കിലും ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടാൽ നാട്ടിലുള്ള സ്വാമിമാരെല്ലാം മോശക്കാരാവുന്നില്ല. ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടാൽ നാട്ടിലുള്ള പള്ളിയിലച്ഛന്മാരെല്ലാം മോശക്കാരാകുന്നില്ല. ഏതെങ്കിലും ഒരു മുസ്ലിയാരെ എവിടെന്നെങ്കിലും അറസ്റ്റ് ചെയ്താൽ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരും ഒക്കെ മോശക്കാരാകുന്നില്ല. ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വന്നാൽ നാട്ടിലുള്ള പാസ്റ്റർമാരല്ല ആ കൂട്ടത്തിൽപ്പെടുന്നവരല്ല. നല്ലതും തീയതും എല്ലായിടത്തും ഉള്ള പോലെ ഞങ്ങളുടെ ഇടയിലും ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തു മനുഷ്യന് നൽകുന്ന വാഗ്ദത്തം അത് പാപമോചനമാണ്, നിത്യജീവനാണ്, മരണത്തിനപ്പുറത്തുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, പാപത്തിലേക്ക് വീണുപോയ മനുഷ്യൻ അവൻ സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു എന്നാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത്. കാരണം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം, അത് ചിലർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതെന്ത് ഉപദേശം, ഈ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ലെന്ന് പറയാൻ കാര്യം പറയാം. ഈ 2018 പ്രളയം വന്നോ വേഗം പറ, വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? സത്യസന്ധമായി പറ. പോയി. ചാക്കോച്ചൻ വെളിയിലോട്ടിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ പാഞ്ഞു വരുന്നു ആര്? ഹെലികോപ്റ്റർ. ചാക്കോച്ചൻ ഒറ്റ വിളിച്ചു. സത്യമായി പറയണം, ഒരു വരി പോലും കള്ളം പറയരുത്. ചാക്കോച്ചൻ വിളിച്ചത് എന്തായിരിക്കും? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യമായി പറ അങ്ങോട്ട് ഉറക്കെ. മനുഷ്യനാണെങ്കിൽ അവൻ വിളിച്ചത് എന്തായിരിക്കും? എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു. ഹെലികോപ്റ്റർ പാഞ്ഞു വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ വർഗീസ് എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ആലോചിച്ചിട്ട് പിന്നെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തലേ കയറിയില്ല. എന്നാൽ ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിക്കാം. മക്കളെ, ഒറ്റ ചോദ്യം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? ഉറക്കെ പറയടാ. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ആരാ? ദൈവം. ഒരു ചോദ്യം കൂടെ ചോദിക്കും, ഇതേ സ്പീഡിൽ ഉത്തരം പറയണം. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? പിള്ളേരുടെ തലയിൽ കയറിയിട്ട് നിൻ്റെ തലയിൽ ഇതെന്താ കയറാത്തത്? കുഞ്ഞു പിള്ളേർ ഉത്തരം പറഞ്ഞു. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. പിള്ളേർ പറഞ്ഞു മനുഷ്യൻ. ഏത് ടൈപ്പ് വേണമെന്ന് പറയാം. ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, പിന്നെ ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ? ആരുണ്ടാക്കി തരും? ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇവനാണ് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഉണ്ടാക്കുന്നത്. ഈ മനുഷ്യന്മാർക്ക് എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതാ വേദപുസ്തകം പറയുന്നത്, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അങ്ങനെ ഇവിടെ അപ്പുറത്ത് കാണുന്ന ആരാധനാലയത്തിൽ ദൈവമക്കൾ കൂടി വന്ന് ആരാധിച്ചിട്ട് ഞായറാഴ്ച 1 മണിക്ക് ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ ഡോറ് കഥകിട്ട് പൂട്ടിയേച്ച് യേശുവെ സൂക്ഷിച്ചിരുന്നോണേ, കള്ളന്മാരൊന്നും എടുക്കാൻ നോക്കിക്കോണേ, അടുത്ത ഞായറാഴ്ച കാണാം കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയേച്ചല്ല പോകുന്നതെന്ന്. മനസ്സിലായോ? അതിൻ്റെ അകത്ത് യേശു കുടിയിരിക്കുന്നില്ല. അങ്ങനെ ഇരുന്നാൽ ഭൂമി കുലുക്കം ഉണ്ടായിട്ട് IPC ചർച്ച് AG ചർച്ചും ഒക്കെ ഇടിഞ്ഞു വീഴുമ്പോൾ വിശ്വാസികളൊക്കെ വെളിയിൽ വന്നിറങ്ങി നിന്ന് നെഞ്ചത്തടിച്ച് എന്നാലും എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്ന് പറയണ്ടേ? എടോ മനുഷ്യന്മാരെ, കണ്ണു തുറക്കടോ. മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ലെന്ന്. പിന്നെ എവിടെ ഉപദേശി ദൈവം ഇരിക്കുന്നത് ചോദിച്ചാൽ ഇന്ന് രാത്രി നെടുങ്കുടി ദേശത്തോട് സന്തോഷത്തോടെ വിളിച്ചു പറയാം, ഭൂതലത്തുലങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്നും മനുഷ്യജാതി ഉണ്ടാക്കിയെന്ന വായിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം കുടിയിരിക്കാൻ ആശിക്കുന്ന മന്ദിരം എൻ്റെ നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിന് വസിക്കുവാൻ തുറന്നു കൊടുക്കണം. മനസ്സിലായോ?
ഇനി ആ വാക്യം നിങ്ങളത് ചിന്തിച്ച് നോക്ക്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനെ ഇന്ന് മനുഷ്യജാതി ഉണ്ടാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പോൾ ദൈവം കുടിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? പറ. മനുഷ്യൻ വേണം. അതുകൊണ്ട് ആദാമിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കി. ക്ലിയർ അല്ലേ? ഒറ്റ രക്തം. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതിലാണ് തുറക്കപ്പെടേണ്ടത് ദൈവത്തിനായിട്ട്. അല്ല നിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നാണയത്തൊട്ട് ദൈവത്തിന് ആവശ്യമില്ല. ചിലരുടെ വിചാരം സ്വോത്രകാഴ്ച കൊടുത്തുകൊണ്ട് ദൈവം അങ്ങനെ. സ്വോത്രകാഴ്ച കൊടുത്തത് ഇവർക്ക് കടം വരാതിരിക്കാനാ. നീ ഇഷ്ട സ്വോത്രകാഴ്ച കേട്ടുകൊണ്ട് ദൈവം അവിടെ നിന്ന് രോമാഞ്ചം കൊള്ളുമല്ല. ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഇങ്ങോട്ട് തന്ന ദൈവത്തിന് നീ എറിഞ്ഞു കൊടുക്കുന്ന 1 രൂപ കിട്ടിയിട്ട് വേണം അങ്ങേർക്ക് അവിടെ കഞ്ഞി കുടിക്കാൻ. നിനക്ക് ബോധമില്ലേ? നാളൊരുത്തൻ ബസ്സിൽ പോയപ്പം 5 രൂപ എടുത്ത് ദൈവത്തിന് എറിഞ്ഞു കൊടുത്തു. പുറകെ ബൈക്കിൽ വരുന്നവൻ്റെ കണ്ണടിച്ചു പോയി. കോയിനായിരുന്നു. അഞ്ചലിൽ മനസ്സിലായോ? എടാ നീ കൊടുക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. ഇന്നും ആഴം അളക്കാൻ കഴിയാത്ത സമുദ്രത്തെ സൃഷ്ടിച്ചിട്ടേക്കുവാ തമ്പുരാൻ. ഇന്നും മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിന് അളക്കാൻ കഴിഞ്ഞിട്ടില്ല സമുദ്രത്തിൻ്റെ ആഴം കൃത്യമായി. ആ സമുദ്രത്തെ സൃഷ്ടിച്ചിട്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നീ രാവിലെ വെള്ളം കൊടുക്കുക കുടിക്കാൻ. പിന്നെ അങ്ങനെ ദാഹിച്ചിരിക്കുമല്ലേ അവിടെ. ഇവിടെ നിനക്ക് ആദ്യം ബോധം വേണം. മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും വസിക്കുന്നവനല്ല ദൈവം. ഇന്ന് രാത്രി നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണോ? ദൈവവും നീയും തമ്മിലുള്ളൊരു എൻകൗണ്ടർ ഇന്ന് രാത്രി സംഭവിക്കണമെങ്കിൽ ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലാണ്. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നിന്റെ അകത്ത് വസിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലാണ്. സ്തോത്രം. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ മനുഷ്യൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഒരു മോക്ഷം തേടി അലയാൻ തുടങ്ങി. ഈശ്വരനെ തേടി അവൻ അലഞ്ഞു. പാട്ടുകാരൻ പാടി, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ? അലഞ്ഞു. പാട്ടുകാരെല്ലാം പാടി നോക്കി, അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. തപ്പി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ? നോക്കി, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി നോക്കി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി കൊടുത്തു നോക്കി. കിട്ടിയോ? മോക്ഷം കിട്ടിയോ? ഇല്ലെന്ന് അകത്ത് കിടന്ന് ചപ്പാത്തി ഉരുട്ടുക. മനസ്സിലായോ? മനുഷ്യൻ മോക്ഷം കിട്ടാനാവുന്ന പണി 58 ചെയ്ത് ഇന്നും ഈശ്വരനെ തേടി അലഞ്ഞുകൊണ്ട് മനുഷ്യൻ ഓടുക. എവിടെ കിട്ടും മോക്ഷം? മനസ്സിലായോ? ഞാൻ തിരുവനന്തപുരത്ത് തന്നെ, ഇവിടുന്ന് നിങ്ങൾക്കറിയാം, കാട്ടാക്കടയ്ക്കടുത്ത് വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ സിയാദ് മുഹമ്മദ്, അദ്ദേഹം വെള്ളറടയ്ക്കടുത്ത് മറ്റൊരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഷമീർ പാസ്റ്ററെ തിരിച്ചു പോകുമ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്നെയും കൂടെ കാറിലൊന്ന് കൊണ്ടുപോകണം, കൊട്ടാരക്കര സ്റ്റാൻഡിലെങ്ങാനും വിട്ടാൽ മതി, അവിടുന്ന് ഞാനും കോട്ടയത്തിന് പൊക്കോളാം. ഞാൻ പറഞ്ഞു ശരി അച്ഛാ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ നമ്മളിൽ ആരാണോ ആദ്യം വരുന്നത് അപ്പോൾ അവർ വെള്ളറട വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളറട ജംഗ്ഷനിൽ ഞാനാണ് ആദ്യം വന്നത്. കാർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ വെള്ളറട ജംഗ്ഷനിൽ വന്നു. അപ്പോൾ അവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ അടുത്തൊരു നാരങ്ങ വെള്ളം വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ച് ബേക്കറി കയറി. അപ്പോൾ ആ ബേക്കറിക്കാരൻ്റെ ഉടമസ്ഥൻ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ ഏട്ടാ? അപ്പോൾ ഉടനെ പറഞ്ഞു എവിടെയോ കണ്ട പരിചയം പോലെ. ഞാൻ പറഞ്ഞു സാധ്യതയില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ലല്ല, എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താ പണി? ഞാൻ പറഞ്ഞു ഉപദേശിപ്പണിയാ. ആ പാസ്റ്ററാണോ? അതെ. അത് പറ. മതലയിലൊക്കെ ഒട്ടിച്ചേക്കുന്ന കണ്ടെന്ന് പോസ്റ്റർ. ഞാൻ പറഞ്ഞ അത് തന്നെ, ആൾ ഞാൻ തന്നെ. അപ്പോൾ അടുത്തൊരു സങ്കടം, പുള്ളി താടി. എന്നാലും എൻ്റെ ഷമീർ, നീ എന്തിനാണോ നല്ലൊരു മതം വിട്ട് ഇങ്ങനെ പോയെന്ന്. പുള്ളിക്ക് സങ്കടം എന്നെ കണ്ടിട്ട്. അപ്പം എനിക്ക് മനസ്സിലായോ ഞമ്മൻ്റെ ആളാന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്നാ പേരെന്നാന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു എൻ്റെ പേര് സലീം എന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സലീമൊക്കെ എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. എന്നാലും എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല പോയത്, പിന്നെ വേറൊരുത്തനൂടെ പോയിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ ചോദിച്ചു അതാര്? ഞാൻ പറഞ്ഞു വേറൊരു ഭാഷ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സിയാദ് മുഹമ്മദും കയറി വന്നു. അപ്പോൾ പുള്ളിക്കാരനും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ കക്ഷി, ചോദിച്ചോളാൻ പറഞ്ഞു. ഉടനെ പുള്ളി ചോദിച്ചു എന്നാലും സിയാദ് നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി, എന്താ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒത്തിരി പറയാനൊന്നും നേരം വെളുക്കുന്നവരെ നിൽക്കാൻ നേരമില്ലല്ലോ. അപ്പോൾ സിയാദ് പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം ചോദിക്കും, സലീമക്കാരൻ്റെ ഉത്തരം പറഞ്ഞാൽ ഞാൻ സലീമക്കാരുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോഴേ സലീമക്കാർക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ സിയാദ് എന്ന് ചോദിച്ചു. അപ്പോൾ സിയാദ് പറഞ്ഞു നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് കബറെ കൊണ്ട് അടക്കം ചെയ്ത് പിന്നീട് കബറിൽ നിന്ന് നമുക്ക് ന്യായവിധിക്കായി ജീവനിട്ട് എഴുന്നേൽപ്പിച്ച് പിന്നെ നരകത്തിൻ്റെ കുടുകെ ഒരു മുടിനാരിടെ എടുത്ത് 7 ആയിട്ട് കീറി നരകത്തിൻ്റെ കുടുകെ ഇങ്ങനെ കെട്ടിയേച്ച് അതിലേക്കൂടെ നമ്മളെ നടത്തുമ്പോൾ നന്മ ചെയ്തവനും നീതി ചെയ്തവനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവനെല്ലാം ക്ഷേമമായിട്ട് സുരക്ഷിതമായിട്ട് അപ്പുറത്ത് പോകും, അല്ലാത്തവനെല്ലാം കുഴി വീഴുമെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട്. അപ്പോൾ സലീമക്കാരുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ? സിയാദ് ചോദിക്കുകയാണ്. ഞാനിവിടെ കേട്ടുകൊണ്ട് നിൽക്കുക.
സലീമക്ക. അപ്പോൾ സിയാദ് പറഞ്ഞു, സലീമക്ക നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, സത്യസന്ധമായി നെഞ്ചി കൈവച്ചുകൊണ്ടൊന്ന് പറ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു തലമുടി എടുത്ത് 7 കീറിയച്ച് നരകത്തിൻ്റെ ഉറുകെ പാലം കെട്ടിയിട്ട് സലീമക്കായി നടത്തിയാൽ സത്യസന്ധമായി പറ, സലീമക്ക അപ്പുറം പോകുമെന്ന് ചോദിച്ചു. ഉടനെ ഈ മനുഷ്യൻ ഒന്ന് ചിരിച്ചു പറയാ, എൻ്റെ പൊന്ന് സിയാദെ, കരമനയിലെ കിള്ളിപ്പാലം കൊണ്ട് വെച്ചാൽ പോകത്തില്ല, പിന്നല്ലേ ഒരു മുടിയും. കരമനയിലെ കിള്ളിപ്പാലം കൊണ്ട് വെച്ചാൽ പോവുകയല്ല അപ്പുറത്തോട്ട്, പിന്നല്ലേ ഒരു മുടി 7 കയറിയെന്ന്. അപ്പോൾ സിയാദ് പറഞ്ഞു, എന്നാൽ സലീമക്ക ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പതാ, ഞങ്ങൾ ഇന്ന് ഈ കച്ചവട സ്ഥലത്ത് ഇവിടെ ഉരുണ്ടു വീണ് മരിച്ചാൽ ഞങ്ങളുടെ നിത്യത ഞങ്ങൾ ദൈവത്തോടൊപ്പം ചെലവഴിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചെന്ന് ഒറ്റ വരി കൊണ്ട് പറയുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയുള്ളൂ, നിനക്ക് നിത്യജീവൻ തരുവാൻ, നിൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്. അതിങ്ങനെയാ, പാപത്തിൻ്റെ പടുകുടിയിൽ വീണുപോയ മനുഷ്യനെ പാപമെന്ന ഇരുട്ടിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ മോക്ഷം തേടിയുള്ള നിലവിളികളായി, നേർച്ച കാഴ്ചകളായി, തീർത്ഥയാത്രകളായി, പുണ്യകർമ്മ ക്രിയാദികളൊക്കെയായി മനുഷ്യൻ ഇന്നും ഓടുകയാണ്. എന്തെല്ലാം അബദ്ധങ്ങളാണ് പറ്റുന്നത് മനുഷ്യന്മാർക്ക്. എത്ര ലക്ഷം ധനവും മാനവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ആൾ ദൈവങ്ങളെയൊക്കെ അടുക്കൽ പോയ വാർത്ത നമ്മൾ കേൾക്കുക. എന്നാലും മനുഷ്യൻ ഓടുകയല്ലേ, പിന്നെയും പിന്നെ അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം മനുഷ്യന് ആത്യന്തികമായ ആവശ്യം ഒരു മോക്ഷമാണ്. അവനിങ്ങനെ മോക്ഷം തേടി ഓടി അലഞ്ഞ് അവൻ്റെ പ്രാർത്ഥനകളൊക്കെ പിന്നീട് പുരാണങ്ങളിൽ എഴുതി ചേർക്കുക. അസതോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതംഗമയ. എന്താ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവനെന്നും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവനെന്നും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കോ ഭഗവനെന്നുമാ. പാപത്തിൽ നിന്ന് അഥവാ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടിയുള്ള നിലവിളിയ തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവാനെന്ന്. ഇനി മുസ്ലിം സഹോദരങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കേ, ഈ ഖുർആന് സമീപമായിട്ട് അവർ സ്നേഹിക്കുന്ന മറ്റൊന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്വഹീഹായ ഹദീസ്. നമ്മുടെ മെമ്പർ ഇരിപ്പുണ്ട്, ഷക്കീല സഹോദരി, ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ആമേൻ. ഖുർആന് സമീപമായിട്ട് സ്നേഹിക്കുന്ന ഒന്നാണ് സ്വഹീഹായ ഹദീസ്. ഈ ഹദീസുകളിനകത്ത് തൗബായെക്കുറിച്ചുള്ള ഹദീസുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു എന്ന് ഇമാം മുസ്ലിം തൗബായെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക ഹദീസുകളിൽ. മൊബൈലിൻ്റെ അകത്തുണ്ട്, ഇപ്പോൾ കുത്തിയാൽ കാണാം. മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തി ദിവസേന 100 പ്രാവശ്യം ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു. ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന്. കണ്ടോ? ബുഖാരി രേഖപ്പെടുത്തി, ഇമാം മുസ്ലിം രേഖപ്പെടുത്തി. ഇനി ബൈബിളിലോട്ട് വാ. പൗലോസ്ലീഹ രേഖപ്പെടുത്തി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എല്ലാ വേദങ്ങളും പറയുക, മനുഷ്യനാവശ്യം പണമല്ല, മനുഷ്യനാവശ്യം അറിവല്ല, മനുഷ്യനാവശ്യം ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളല്ല, മനുഷ്യനാവശ്യം മോക്ഷമാണ്, പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അങ്ങനെ മനുഷ്യൻ മോക്ഷം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു, നേർച്ച കാഴ്ച, തീർത്ഥയാത്ര, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തിയിട്ട് നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ ഇന്ന് രാത്രി നെടുങ്കുഴിയോട് പറയാം, സകല മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിളംബരം ചെയ്തു, അതെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുക യില്ല. ഇന്ന് രാത്രി നെടുങ്കുഴിയോടെ സന്തോഷ വാർത്ത ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിൻ്റെ, ഇരുട്ടിൻ്റെ, തെറ്റിൻ്റെ, തിന്മയുടെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, നന്നായി ജീവിക്കാൻ, നന്നായി മാറുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അതത്ര കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വരി എൻ്റെ വക, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇരിക്കട്ടെ എൻ്റെ വക. ആമേൻ. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ലോകത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചു. ആരാണ് യേശു? സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വരികയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നു. ആ ദൈവിക പദ്ധതി യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ലോകത്തോട് വിളംബരം ചെയ്തു. യെശയ്യാ പ്രവാചകൻ രംഗത്ത് വന്ന ജനത്തോട് വിളിച്ചു പറഞ്ഞു, അതേ മാനവജാതിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്താണത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതാണ് അടയാളം. അവനാണ് രക്ഷകൻ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഒന്ന് കേൾക്കണേ,
യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നിങ്ങൾ പറ, നിങ്ങളുടെ ഇത്രയും വർഷത്തെ വയസ്സ് പരിചയത്തിനിടയിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മഹാൻ ഇവിടെ ജനിക്കുന്നതിന് ഒരു 6 മാസം മുമ്പെങ്കിലും, പോട്ടെ 6 വേണ്ട, ഒരു 3 മാസം മുമ്പെങ്കിലും ഇങ്ങനെ ഒരു മഹത്വവാനായ വ്യക്തി കാട്ടാക്കടയിലോ തിരുവനന്തപുരത്തോ പേയാടോ തൂങ്ങാമ്പാറയിലോ നെയ്യാറ്റിൻകരയിലോ എവിടെങ്കിലും ജനിക്കുമെന്ന് ഒരൊറ്റയാൾ പ്രവചിച്ചിട്ട് ഒരു ചരിത്ര ഉലകത്തിലുണ്ടായിട്ടില്ല. ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജനിക്കും, ഇങ്ങനെ ആകും എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനെക്കുറിച്ചും, ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബി തിരുമേനി ഉൾപ്പെടെയുള്ള ഒരു പ്രവാചകനെക്കുറിച്ചും ആരും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രവാചകൻ ജനിക്കുമെന്ന്. പക്ഷേ യേശുക്രിസ്തു ജനിക്കുന്നതിന് 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. തീർന്നില്ല, 300 വർഷം പിന്നിട്ടപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരേ ഒരുവൻ ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനമല്ലാതെ ഭൂമിയിൽ മറ്റൊരു യുഗപുരുഷനും അങ്ങനെ പിറന്നിട്ടില്ല. ഇത് ലൈവ് മീഡിയയിലാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രവചനം. ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 700 വർഷം മുമ്പ് കന്യക ഗർഭിണിയായ ഒരു മോനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, പിന്നെ അവിടെ ആശയക്കുഴപ്പമില്ല, പിന്നെ ചർച്ചയില്ല, സംവാദമില്ല. അത് അങ്ങനെ തന്നെ പ്രസവിക്കും. അയ്യോ ഒരു അബദ്ധം പറ്റി പ്രസവിച്ചപ്പോൾ മോളായി പോയി കേട്ടോ, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴത്തെ പല പ്രവാചകന്മാരും കറക്കി കുത്താ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിമർശിക്കുന്നത്. ഇപ്പോഴത്തെ പ്രവാചകന്മാർ പറയും, അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു തേങ്ങയില്ലേ, ആ തേങ്ങയുണ്ട്. ഇപ്പോട്ട് വരുന്ന വഴി ഒരു മാങ്ങയില്ലേ, ആ മാങ്ങയുണ്ട്. ഒരു പൊളിഞ്ഞ മതിൽ ഞാൻ കാണുന്നു. ഇതെല്ലാം ഗൂഗിള് കാണിക്കുന്നതാണ്, മനസ്സിലായോ? പക്ഷേ വീട്ടിൻ്റെ അകത്ത് എത്ര പേരുണ്ടെന്ന് ഗൂഗിള് കാണിക്കില്ല. അത് അവരോട് തന്നെ ചോദിക്കണം, മനസ്സിലായോ? പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പ്രവചനമുണ്ട്, ഇല്ലേ? പേര് വിളിച്ചുള്ള പ്രവചനമുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഊള പ്രവാചകന്മാർ പേര് വിളിക്കും. ബി 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 ബിന്ദു, സി 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 സിന്ധു, രാ 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 രാജൻ എന്നൊക്കെ വിളിക്കും. ഇത് ഈ ശിങ്കിടികൾ അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിവിടെ മേശപ്പുറത്തിരിക്കുന്ന ടാബിൻ്റെ അകത്ത് തോണ്ടുമ്പോൾ വരും പേര് വിവരം. എന്നിട്ടാണ് ഈ വിളിക്കുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് അവനോട് പറയും, ബ്രദറെ നിൻ്റെ ബിസിനസ് ആസ്ട്രേലിയയിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. ഓ ഗ്ലോറി! എന്നാൽ നിങ്ങൾ എൻ്റെ വേദപുസ്തകത്തിലെ പ്രവചനം കേട്ടോ. ആമേൻ. യേശുക്രിസ്തു യെരിഹോവിനടുത്തൂടെ വഴി പോകുമ്പോൾ ഒരു കാട്ടത്തി മരത്തിൻ്റെ കീഴെത്തി. മേപ്പോട്ട് നോക്കി ഒറ്റ വിളി, സക്കായിയേ ഇറങ്ങി വാ. ക്രിസ്റ്റൽ ക്ലിയറാ, ഒരു വിക്കുമില്ല പേര് വിളിച്ചപ്പം. പിന്നെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൊണ്ടുപോലും ഒരു സാ അധികം വന്നിട്ടുമില്ല. വന്നോ? നിങ്ങളുടെ ബൈബിളിൽ 2 സായുണ്ടോ? സ സ സക്ക സക്ക ചക്ക അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇപ്പോൾ പറ. ഇല്ലെന്നേ, ക്രിസ്റ്റൽ ക്ലിയറാ. സക്കായിയേ ഇറങ്ങി വാ. ഇനി കേട്ടോ, ഈ 2 പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ദൈവമക്കൾ കേൾക്കാൻ വേണ്ടിയായി പറയുന്നത്. സക്കായി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ അവനോട് പറഞ്ഞെന്താ? നീ 3% പലിശ മേടിച്ചത്, ഇനി മുതൽ നീ 10% വാങ്ങാൻ പോവുക. ഓ ഗ്ലോറി! ആന്നോന്ന് അല്ല, ഒരൊറ്റ പേര് വിളിയിൽ ഇറങ്ങി വന്നോ പറയുക, കർത്താവേ ഞാൻ എൻ്റെ സമ്പത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ പോവാ. കർത്താവ് വേണമെന്നും പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല. എന്നിട്ടും ഇവനങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. എന്നിട്ട് പറയുക, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മടങ്ങ് തിരിച്ചു കൊടുക്കാം. ഒരൊറ്റ ദൂത്, ഒരൊറ്റ പേര് വിളി അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. കണ്ടോ? അതാ പ്രവചനം. ഒരൊറ്റ ദൂത് നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നെങ്കിൽ അതാണ് ദൈവാത്മാവിൻ്റെ പ്രവചനം. ഇന്നത്തെ ദൂതെല്ലാം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന ദൂതൊന്നും നിന്നെ ദൈവത്തിലല്ല അടുപ്പിക്കുന്നേ, നിന്നെ ലോകത്തോടാണ് അടുപ്പിക്കുന്നേ.
ലോകത്തിൽ കിട്ടാൻ പോകുന്ന കാറ്, ലോകത്തിൽ കിട്ടാൻ പോകുന്ന വീട്, ലോകത്തിൽ കിട്ടാൻ പോകുന്ന ലോട്ടറി, ലോകത്തിൽ കിട്ടാൻ പോകുന്ന ജോലി, നിൻ്റെ മക്കളെ കെട്ടിക്കുന്നു, തണുപ്പുള്ള രാജ്യത്തേക്ക് പോകുന്നു, അത് ഇത് ചാപ്പ് ചവറ്, ഇതൊന്നും ദൈവാത്മാവിൽ നിന്ന് വരുന്നതല്ലെന്ന് ബോധമുള്ളവൻ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് എല്ലാ വട്ടന്മാരുടെ അടുക്ക പോയി തല വെച്ച് കൊടുക്കരുത്. പെണ്ണുങ്ങളോടാ പറഞ്ഞ് കാര്യം. എവിടെയും പോയി ചിലതൊക്കെ വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മുറുക്കിക്കൊണ്ടാണ് വരുന്നത്, കച്ച മുറുക്കി വീഴുക. അതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചോണം. എല്ലായിടത്തും കൊണ്ടുപോയി തല വെച്ച്. നിങ്ങൾ കണ്ടിട്ടില്ല, ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന ഈ ക്ഷുദ്രജീവികൾ കൂടുതൽ ഈ സൈഡിലോട്ടാണ് വലിവ്, ഇങ്ങോട്ടധികം വലിവില്ല അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്താ കാര്യം നിങ്ങൾക്കറിയാം? ഈ സഹോദരിമാർക്കൊരു ഗുണമുണ്ട്, ഇവർ പാവങ്ങളാണ്. ഇവരാരെയും പരസ്യമായി അപമാനിക്കത്തില്ല. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ സാമ്പാഷ ഭാര്യയോട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് പറയാം, അമ്മാമേ ഇടയ്ക്കിടയ്ക്ക് ഈ തല പൊട്ടി പൊളിഞ്ഞു പോകുന്ന പോലെ തലവേദനയിട്ട് പോരടിക്കുന്ന ചില മണ്ഡലങ്ങൾ കാണുമെന്ന് പറയുമ്പം സത്യത്തിൽ ഈ അമ്മാമയ്ക്ക് തലവേദന ഇല്ലേലും ഈ അമ്മാമ വിചാരിക്കും, അയ്യോ ഷമീർ കൊല്ലം പാസ്റ്ററെ പരസ്യമായി ഈ വേദി വെച്ചിട്ട് അപമാനിക്കുന്ന ശരിയല്ലല്ലോ എന്ന് ഓർത്തേച്ചേ. ആ സഹോദരിയുടെ നല്ല മനസ്സുകൊണ്ട് പറയാം, ആ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്, ഗ്ലോറി. മനസ്സിലായോ? അതേ സമയത്ത് നേരെ ഇപ്പുറത്തോട്ട് വന്നിച്ച് ഞാൻ ഈ സഹോദരനോട് പറയാം, സഹോദര ഇടയ്ക്കിടയ്ക്ക് തലവേദനയുടെ ഇതുവരെ അങ്ങനൊന്നും വന്നിട്ടില്ല. ചീറ്റി. മനസ്സിലായോ? ചീറ്റി പോവും. അപ്പം ഞാനൊരു കാര്യം പൊതുസമൂഹത്തോട് പറയുന്നത്, ഇതെന്തിനാ നിങ്ങൾ ചിന്തിക്കും, അയ്യോ പാസ്റ്ററെ മറ്റുള്ളവർ കേൾക്കുന്നല്ലോ, കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പൊതുസമൂഹം രാവിലെ എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് കുത്തി കഴിയുമ്പോൾ ഇവർ ഈ കാണുന്നതെല്ലാം ഇമാതിരി വേഷം കെട്ടല. ഈ വേഷം കെട്ടൽ പരിപാടി കണ്ടിട്ട് ഈ ജനം അങ്ങ് മടുക്കും. അവരുടെ ഹൃദയം അങ്ങ് എന്താ പറയുക, ഒരു വേദനിച്ചു പോയിട്ട് അവർ ഈ പെന്തിക്കോസ ഇമാരെല്ലാം കള്ളന്മാരെന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കും. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ നല്ലത് പഠിപ്പിക്കുന്നവർ കേട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇനിയുള്ള കാലം നമ്മുടെ ദൈവദാസന്മാർ അഭിമാനത്തോടെ സ്റ്റേജിൽ നിന്ന് പറയണം, ഞങ്ങൾ ഇത്തരം മാജിക്കുകാരല്ല, മായാവികളല്ല, ഞങ്ങൾക്ക് ഇത്തരം മായാവികളുമായിട്ട് ബന്ധവുമില്ല. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മായാവികൾ എന്തുണ്ട്? ഉണ്ട്. അത് പറയണം. അത് പറയാതെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വാക്ക്. അമ്മേ നോക്ക്, പ്രവചനം വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃകാ ജീവിതം കാണിച്ചു കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ അങ്ങേയറ്റ സന്തോഷമാണ്. അന്ന് ജീവിച്ച കുഞ്ഞുങ്ങൾക്കും ഇന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും നാളെ വരാൻ പോകുന്ന തലമുറയ്ക്കും യേശു നല്ല മാതൃകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഉലകത്തിലൊരൊറ്റ പ്രവാചകന്മാരെയും പോലെയല്ല യേശു ജീവിച്ചത്. ഇവിടെ പലരും അന്ന് കാണിച്ചത് ഇന്ന് കാണിച്ചാൽ അകത്ത് പോക്സോ കേസിൽ കിടന്ന് ഉണ്ട തിന്നും. ഞാൻ അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. മനസ്സിലായോ? അതേസമയം യേശു ക്രിസ്തു അന്ന് ജീവിച്ചത് അന്നത്തെ ജനറേഷനും ഇന്ന് ജീവിക്കുന്ന ജനറേഷനും നാളെ വരുന്ന ജനറേഷനും മാതൃകയാക്കാൻ പറ്റിയ ജീവിതം. അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച 30 വയസ്സ് യൗവനക്കാരൻ, തന്നെ ശകാരിക്കുന്നവരോട് തിരിച്ച് ശകാരിക്കാതെ ജീവിച്ചവൻ, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചവൻ, എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവൻ, തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നവനാണെന്ന് അറിഞ്ഞിട്ടും യൂദായെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നവൻ. മനസ്സിലായോ? മാതൃകയുള്ളൊരു ജീവിതം യേശുക്രിസ്തു. 33 തിരുവയസ്സിൽ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുന്ന ശിക്ഷാവിധി സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ഏറ്റെടുത്തു. നാട്ടുഭാഷ പറഞ്ഞാൽ ഞാനും നീയും നരകത്തിൻ്റെ പടുകുഴിയിൽ പോയി വീഴാതിരിക്കാൻ എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ഒരു അകൃത്യയാഗമായി, ഒരു കുഞ്ഞാടായി കാൽവരിയിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പുറംകണ്ണടച്ചകക്കണ്ണ് തുറന്ന കാൽവരിയിലൊന്ന് നോക്കിയാൽ നിനക്കൊരു കാഴ്ച കാണാം. നിന്നെ ബിസിനസ്സുകാരനാക്കാൻ വേണ്ടിയുള്ള നടത്തയല്ലത്. നിന്നെ ഇവിടുത്തെ ഒരു കുട്ടി അംബാനിയാക്കാനുള്ള നടത്തമല്ലത്. നിന്നെ ഇവിടുത്തെ ഒരു വലിയ മാഗ്നറ്റാക്കി മാറ്റാനുള്ള നടത്തമല്ലത്. എന്നെയും നിന്നെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ
എനിക്കും നിനക്കും പകരമായി എൻ്റെ യേശു വീണ്ടും എഴുന്നേറ്റും കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. നോക്ക, ഓരോ ചാട്ടവാറടിക്കും പീസായി മാംസ കഷ്ണങ്ങൾ ഇളകിത്തെറിച്ചു. നോക്ക, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിത്തുളച്ചു. അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. എന്തിനധികം പറയുന്നു, തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചു കയറ്റി. പ്രവാചകൻ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് 2002 എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു വാക്കാണത്. പ്രവാചകൻ എഴുതി വെച്ചൊരു വാചകം എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. എന്താ വാചകം എന്നറിയാമോ? ആമേൻ, അവൻ വായ തുറക്കാതെ ഇരുന്നു എന്ന്. എനിക്കത് അത്ഭുതമായി തോന്നി. ഞാൻ ആദ്യമായി ചർച്ചിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ അവൻ വായ തുറക്കാതിരുന്നു എന്ന ചിന്ത എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പി നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്ത് നോക്കി ലാസറേ പുറത്തു വാ എന്ന ഒറ്റ വിളി കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് ദൈവമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അങ്ങ് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് പറഞ്ഞു, ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ അവൻ വായ തുറക്കാതിരുന്നു. ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. കാറ്റേ അടങ്ങ്, അടങ്ങി. കടലേ ശാന്തമായി. റോമാ സാമ്രാജ്യത്തെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള അധികാരം നാക്കിൻ്റെ തുമ്പത്തുണ്ടായിട്ടും മഹാദൈവം വായ തുറക്കാതെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? എൻ്റെയും നിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അനുസരണയുള്ള കുഞ്ഞാടായി ആ യേശുക്രിസ്തു എന്ന കുഞ്ഞാടിനെ കാൽവരിയിൽ ബലി കഴിപ്പിച്ചു. ആ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ നെടുങ്കുഴി ദേശത്തോട് പറയാം, 3 ആണി കൊണ്ടോ അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറ കൊണ്ടോ യേശുക്രിസ്തു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങളിവിടെ ഒരു കൺവെൻഷൻ വെക്കുകയില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇരിക്കുകയില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല കൊല്ലത്തുനിന്ന്. പിന്നെ എന്തുകൊണ്ടാണ് പാടുന്നേ? പിന്നെ എന്തുകൊണ്ടാ പ്രസംഗിക്കുന്നേ? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക് നിന്നുകൊണ്ടല്ല, ഒരു കണ്ണാടിക്കൂടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയപ്പോൾ സകല കല്ലറകളുടെയും പുറത്ത് അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ അതാ പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറക്കപ്പെട്ടൊരു കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവിടെ ഒരു മേലെടുത്തുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങിയപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇതൊരു അമ്മുമ്മ കഥയല്ലെന്ന് ആരും പറയാതിരിക്കാൻ സാക്ഷി സഹിതം 40 രാവോളം പ്രത്യക്ഷനായി. അനന്തരം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. കേൾക്കണം, സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം ഒലിവുമലയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെടുവാൻ നിൽക്കുമ്പോൾ അനുഗമിച്ച ശിഷ്യഗണമെല്ലാം കണ്ണും നട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 മാലാഖമാർ ഇറങ്ങി വന്നു. ആ ദൂതന്മാർ ഇറങ്ങി വന്ന് ശിഷ്യഗണത്തോട് പറഞ്ഞൊരു വാചകത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 1:11. അപ്പോസ്തലപ്രവൃത്തി 1:11 വായിച്ചു കൊടുത്തേ. ശാന്തമായി 2 ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. വായിച്ചോ. 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒന്ന് കാതു തുറന്ന് കേട്ടോ നെടുങ്കുഴിക്കാരെ, ഒരു സന്തോഷ വർത്തമാനം ഞങ്ങൾ വിളംബരം ചെയ്യുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആ യേശു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി നെടുങ്കുടി ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, അധികം താമസം കൂടാതെ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും.
ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആളുകളൊക്കെ ഭയങ്കര ചർച്ചയാ. പക്ഷെ ബൈബിള് പഠിക്കുന്നവൻ കുലുങ്ങത്തില്ല. അവനറിയാം യേശുക്രിസ്തു വരുന്നതിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. അടിയൊന്നും ആയിട്ടില്ല കുഞ്ഞെ, തുടങ്ങാൻ പോകുന്നേ ഉള്ള അടി. ഈ പുസ്തകം പഠിക്കുന്നവൻ അറിയാം ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമായിട്ടുള്ളെന്ന് പറഞ്ഞാൽ പ്രസവ വേദനയുടെ തുടക്കമായിട്ടുള്ളെന്ന്. ഇനി അടി തുടക്കം പോകുന്നേ ഉള്ളൂ. ആ അടിയിലേക്ക് എത്തുന്നതിനൊടുവിൽ ആമേൻ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും. യേശുക്രിസ്തു തൻ്റെ മണവാട്ടി സഭ ഇവിടുന്ന് കൊണ്ടുപോകും. ആമേൻ. അതാ കാലം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന സത്യം. യേശു വരാറായി. ദൂതന്മാരുടെ വിളംബരം കേട്ട ശിഷ്യന്മാരെന്ത് ചെയ്തു എന്ന് നാട്ടിലെ ക്രിസ്ത്യാനികൾ കാതു തുറന്നൊന്ന് കേട്ടോണം. ഒന്ന് വായിച്ചു കൊടുച്ചാ ശാന്തമായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരെന്ത് ചെയ്തു? വായിച്ചോ താഴോട്ട്. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ശിഷ്യന്മാര് ഒലിവ് മല വിട്ട് എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് തിരിച്ചു പോയി. കേട്ടോണേ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ചേ. മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കും. സകല ക്രിസ്ത്യാനിയും കാത് തുറന്ന് കേട്ടോണം. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതൊന്നും നാളെ പറയരുത്. പത്രോസ്. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം നിർത്തി വായിര്. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പെന്നും മാർപ്പാപ്പ എന്നും ഒക്കെ നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പുള്ളി ആര്? പത്രോസ്. അപ്പൊ മേപ്പോട്ട് കയറിപ്പോയ കൂട്ടത്തിൽ ഒന്ന് പത്രോസ് ലീഹ, പിന്നെ യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്. തോമസ് എന്ന് പറഞ്ഞാൽ തോമാസ് ലീഹ. അടുത്തത് ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഈ യാക്കോബിന്റെ മകൻ യൂദ എന്ന് പറയുന്ന യൂദാസ് ലീഹ. അപ്പൊ കേറിപ്പോയവരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഹ, തോമാസ് ലീഹ, യൂദാസ് ലീഹ. ഇനി ആരുണ്ട്? ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിൽക്കട്ടെ, ഇവരോട് ചോദിക്കട്ടെ ഉള്ളതാണോന്ന്. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം. പത്രോസ് ഉണ്ടോ? ഉണ്ടെന്നില്ല. ആരും ഉണ്ടോ? അങ്ങോട്ട് കയറിപ്പോയവരുടെ പേര് ഈ പറഞ്ഞു തന്നെ വായിച്ചു തന്നെ ആണോ, അതോ ഞങ്ങൾ വല്ലതും പുതുതായിട്ട് പറഞ്ഞോ? വേണം ഒന്നുകൂടെ പരിശോധിച്ചോ, പറഞ്ഞു തരാം. കയറിപ്പോയവരുടെ പേര് വിവരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും സഹോദരങ്ങളോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ശരിയാണോ? ഞാൻ വല്ലതും കൂട്ടിയോ? ഇല്ല. കുറച്ചോ? ഇല്ല. അത്രയും പേരുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം വായിര്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. ഒന്നുകൂടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും അങ്ങനെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാന്നോ കുഞ്ഞമ്മേ? പിന്നെന്തുവാ വന്നേ? പെന്തക്കോസുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല. പിന്നെന്തുവാ വന്നേ? പെന്തക്കോസ് നാൾ വന്നപ്പോൾ. അതെന്തുവാ അമ്മാമേ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരായി എല്ലാവരും? ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, സ്ത്രീകൾ, യേശുവിൻ്റെ അമ്മ മറിയ, സഹോദരങ്ങൾ. ഇവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? പറഞ്ഞേ, കേട്ടില്ല. പറഞ്ഞു. ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തല്ലേ നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ് എന്നല്ലേ? അന്യഭാഷ പറയുന്ന കൂട്ടരാ പെന്തക്കോസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരി ആരാ? മറിയ.
ഒന്നാമത്തെ പെന്തക്കോസുകാരനാരാ? പത്രോസ് ലീഗ. ഹൈ, ഇവരൊക്കെ എന്തോ പറഞ്ഞെന്നാണ് എഴുതി വെച്ചേക്കുന്നേ? തലയിൽ കയറുന്നുണ്ടോ? അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്നെങ്ങാനും പറഞ്ഞാ നിന്റെ പള്ളിയിൽ ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞ്. വിളച്ചിലെടുക്കരുത്. സ്തോത്രം. മനസ്സിലായോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമ, മത്തായി, അൽഫയുടെ മകനാ യാക്കോബ്, എരിവുകാരനാ ശീമോൻ, യാക്കോബിൻ്റെ മകനാ യൂദ, ഇവരെല്ലാവരും സ്ത്രീകൾ, യേശുവിൻ്റെ അമ്മ മറിയ, സഹോദരങ്ങൾ, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നു. ആരാ അറിയാലോ? പത്രോസ് ലീഹ. പോപ്പ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ഒറ്റ പ്രസംഗം അങ്ങോട്ട് നടത്തി. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം വായിര്. 2:37 വായിര്. എന്താ സംഭവിച്ചു? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഒന്നൂടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസ് ലീഗ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തിയപ്പോൾ കേട്ടവിടെ ഹൃദയത്തിൽ. ഹലോ, എന്തുകൊണ്ടെന്നാ? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു, അങ്ങനെ ഉണ്ടോ? പിന്നെന്തുവാ കൊണ്ടത്? കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം പന്തലിൽ ഇരിക്കുന്നവർ സമ്മതിച്ചേക്കണം. പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ കേൾക്കുന്നവിടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? കുത്തുകൊള്ളും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പോയി കഴിയുമ്പം ബിജു പാസ്റ്ററോട് പറയരുത്, എന്നാലും ബിജു പാസ്റ്ററെ ഞങ്ങളെ ക്ഷണിച്ച് വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് കൊല്ലത്തു നിന്നൊരുത്തനെ കൊണ്ടുവന്ന് കുത്തി എന്ന് പറയരുത്. ആത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ എന്ത് കൊള്ളും? ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു കയറുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടെന്ന്. മനസ്സിലായോ? കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പ്രസംഗിച്ചവന്റെ കൊങ്ങായ്ക്ക് പിടിച്ചെന്നാന്നോ? പിന്നെ എന്നാ? വായിച്ചോട്. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം ചങ്കത്ത് കൈവച്ചു. ദൈവാസനെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓരോന്നും അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും എൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പോപ്പ് അവരോട് വായിര്. പത്രോസ് അവരോട്, പോപ്പ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. ഏത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അകത്ത് കയറിയ പാപത്തിൽ നിന്നൊരു മോചനം വേണോ? പത്രോസ് ലീഗ വിളിച്ചു പറഞ്ഞു, ഒരു നാണയത്തുട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, കുരിശും ചുമന്ന റോഡേ കൂടെ നടന്ന് മുട്ടയിലെ തൊലിയൊന്നും കളയണ്ട, അവൻ മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പീൻ. ഞങ്ങൾ പറഞ്ഞതാണോ എന്ന്? ഞങ്ങൾ പെന്തിക്കോസുകാരുണ്ടാക്കിയതാണോ? ഒന്നാമത്തെ പോപ്പ് പറയുക, അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് അകത്ത് കയറിയ പാപത്തിൽ നിന്ന് നിനക്ക് മോക്ഷണം വേണോ? 1 രൂപ നാണയത്തൊട്ട് ചെലവില്ല. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട സ്നാനമേപ്പ് പാപങ്ങളുടെ മോചനത്തിനായി. അന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്, കാലങ്ങളായി ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ സഹോദര. ഞങ്ങളാരും കയ്യിൽ നിന്ന് ഒരു വരി കൂട്ടിയിട്ടില്ല, ഒരു വരി കുറച്ച് പറഞ്ഞിട്ടില്ല. പാപമോചനം വേണോ? ഒറ്റ വഴി, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. വേറെ ഒരു പരിപാടിയും ഒക്കത്തില്ല. നീ സ്നാനപ്പെട്ടേ തീരൂ. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞപ്പം യോഗം കഴിഞ്ഞൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു, പിന്നെ ഒരു സംശയം. എന്നാ? സ്നാനപ്പെടണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. എപ്പോഴാ? കുഞ്ഞുവാവയായിരുന്നപ്പോഴേ. അപ്പോൾ ഇനി സ്നാനപ്പെടണോ പാസ്റ്ററെ? അപ്പോൾ ഈ മാനസാന്തരം ആര് നടത്തും അമ്മാമ്മയെന്ന് ചോദിച്ചു. ബൈബിൾ പറഞ്ഞത് എങ്ങനെ സ്നാനപ്പെടണമെന്നാ? മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? ഹലോ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അപ്പോൾ ആദ്യം എന്തുവാ സംഭവിക്കണ്ടേ? മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് വെച്ചേച്ച് നേക്ക് 2000 വർഷം ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും. കുഞ്ഞേ, നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? ആണോന്ന് കുഞ്ഞ് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനപ്പെടുത്താം.
അല്ലാതെ കുഞ്ഞു വലുതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുഞ്ഞത് പറയണം. അവൻ്റെ അകത്ത് പാപബോധം ഉണ്ടാകണം. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. ആ മാനസാന്തരം ഒരു കുഞ്ഞിൽ സംഭവിക്കില്ല സ്നേഹിത. അപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ അത് പിന്നെ ആദ്യം സ്നാനപ്പെട്ടിട്ട് വളരുമ്പോൾ മാനസാന്തരപ്പെട്ടാൽ പോരെ എന്ന്. എന്തൊക്കെ ഇടങ്ങേറാന്ന് നോക്കി. ഇന്നെല്ലാവരും കുളിച്ചായിരുന്നോ? വേഗം പറ, സമയം തീർന്നു. തല തോർത്തിയോ? കാലങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച് എൻ്റെ വക. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിക്കും. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത? എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയും തോർത്തേണ്ടി വരുമെന്നുള്ളതല്ലേ സത്യം? അല്ലേ? മനുഷ്യൻ്റെ വെറും കേവലം മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറ്റം വരാത്ത ദൈവവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. അതിനുള്ള അധികാരം മനുഷ്യൻ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വള്ളിയോ പുള്ളിയോ മാറ്റി പഠിപ്പിക്കാൻ പാടില്ല. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെങ്കിൽ ആദ്യം മാനസാന്തരം സംഭവിക്കണം. അപ്പോൾ ഇന്നാൾ വേറൊരാൾ പറഞ്ഞു, പാസ്റ്റർ ജി അത് ഈ കുഞ്ഞിന് ഏറ്റു പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതിന് ഞങ്ങൾ പകരത്തിന് പറയാൻ വേറൊരാളെ നിർത്തും. അങ്ങനെയൊക്കെ ഉള്ളതാണോ? എനിക്കറിഞ്ഞുകൂടാ. ആയിരിക്കും. ശരി, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പള്ളി വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? ഉണ്ടോ? വേഗം പറ. ഉണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? പറഞ്ഞു തരണം. ഇങ്ങനെ ചോദിക്കാറുണ്ടോ? സൂസമ്മേ, നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ചോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? പറയാം അങ്ങോട്ട്. നടത്തുവോന്ന്? അതിനാ വാടകയ്ക്ക് എടുത്തതാണോ? സ്വന്തം അപ്പനല്ലേ? നടത്തുവോ? നിങ്ങളാരും തർക്കിക്കണ്ട. എനിക്ക് അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ ഇതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയച്ചാൽ ഇവിടെ നിന്ന് ഗീച്ചുന്നത്. അച്ഛന്മാരോട് ചോദിച്ചു, അച്ഛൻ നടത്തുമെന്ന്. ഇല്ല പാസ്റ്റർ എന്ന്. പിന്നെ വീണ്ടും ചോദിക്കുമെന്ന്. ഊസമ്മയെ, നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ, സമ്മതമാച്ചോ, അവളല്ലേ കെട്ടണമെന്ന് പറഞ്ഞത്. അങ്ങോട്ട് നടത്തുവോ? പറ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞേ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ സഭയെ വിവാഹം നിശ്ചയം എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ, ആ എൻഗേജ്മെന്റിലേക്ക് പ്രവേശിക്കുന്ന മണവാട്ടി പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് നീ നിന്റെ നാവ് കൊണ്ടേറ്റ് പറയണം. ഈ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ മണവാളനുമായി സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പറയുന്നവനാണ് സ്നാനപ്പെടേണ്ടത്. അപ്പോൾ ഉണ്ടടാ അടുത്തൊരു ഇടങ്ങേറ്. അയ്യോ, എടുത്തമ്മ അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ഒരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്തൊക്കെ ഇടങ്ങേറാന്നോ. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, അവനെ പറുദീസയിലിരുത്താന്ന് കർത്താവ് പറഞ്ഞില്ലേ എന്ന്. ഞാനും ഒറ്റ വഴിക്ക് തിരിച്ചങ്ങ് പറഞ്ഞു, സോറി ചേട്ടാ, കള്ളനാന്ന് ഞാൻ അറിഞ്ഞില്ല, സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞു. കള്ളനും കള്ളിയൊന്നും ഒന്ന് പറഞ്ഞ അതല്ല, ഉത്തരം അതല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പറ്റത്തില്ല, അറിയാത്തവന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഉത്തരം പറയാം. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിന് കീഴെയാണോ മരണപ്പെട്ടത്, അതോ കൃപായുഗത്തിലാണോ മരണപ്പെട്ടത്? പറ. അതിപ്പോൾ ന്യായപ്രമാണ യുഗവേദ കൃപായുഗവേദ എന്നറിയാത്ത എന്നോടൊന്നു എന്നാ കേട്ടോ. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും മടങ്ങി വരെയുള്ള ആളുകൾ കൃപയാലുള്ള രക്ഷായുഗത്തിലും ജീവിക്കുന്നു. ഇനി പറ, ഇതിലേതിലാ കള്ളം മരിച്ച്? ന്യായപ്രമാണത്തിന് കീഴെ. ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവനോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്ന. ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശി വെച്ച് ഉണ്ടായി. പറുദീസയിലിരുത്താന്ന് യേശു പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞ എന്താ? മാനസാന്തരപ്പെട്ട്
പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടാൻ. അപ്പം കൃപായുഗത്തിൽ ജീവിക്കുന്ന നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. നീ നരകത്തിലും പോകും, അവൻ പർദീസയിലും പോകും. അല്ല, മനസ്സിലായോ? ഇതൊന്നും അറിയല, എന്നാൽ പഠിക്കത്തുമില്ല. ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നടക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, വേറെ ഒരു ഉടായിപ്പും നടക്കുകയില്ല. നീ സ്നാനപ്പെട്ടേ തീരൂ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനപ്പെടാൻ എന്ന് പറഞ്ഞാൽ, കെട്ടിയോൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് അങ്ങയുടെ കാലെ പിടിച്ചു കെട്ടിയോക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. കെട്ടിയോൾ പ്രാർത്ഥിക്കുന്നവളെ ഭക്തയ, അതുകൊണ്ട് അവളുടെ കാലെ പിടിച്ച് നിനക്കും പോകാൻ ഒക്കത്തില്ല. വ്യക്തിപരമായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അടുത്ത വാക്ക് വായിച്ചോ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വായിച്ചോ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അതാ ദൈവസഭയുടെ ആരംഭം. ആരും പിടിച്ചു വലിച്ചും വലിച്ചോണ്ടും പിടിച്ചോണ്ടും പോയ അനുഭവമല്ല ദൈവസഭ. വചനം അകത്തോട്ട് കയറി ചങ്കത്ത് കുത്തുകൊണ്ടപ്പോൾ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഞാൻ നാളെ എഴുന്നേക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ, ദൈവമേ എൻ്റെ ആയുസ്സിന് 1 മണിക്കൂറെങ്കിലും കൂട്ടിത്തന്നാൽ എത്രയും പിടിയെന്ന് എനിക്ക് അങ്ങയുടെ കൽപ്പന അനുസരിക്കണമെന്ന് ചിന്തിക്കുന്ന അനുഭവമാണ് നിത്യതയെ പ്രതീക്ഷിക്കുന്നവൻ ചെയ്യേണ്ടത്. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. എന്നിട്ടോ വായര്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവിടെ നിൽക്കട്ടെ, ഒരു വരി പറയാനുണ്ട്. 3000 പേരും സ്നാനപ്പെട്ടോ? ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോ? കൈവക്ക് ഉണ്ടോ? ഇല്ല. എല്ലാവരും സ്നാനപ്പെട്ടല്ലോ. ഇനി എവിടാന്ന് വെച്ചാൽ ചെന്ന് കയർ. അങ്ങനെ പറഞ്ഞോ. പിന്നെന്തുവാ വായിച്ചത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? വാ തുറന്ന് പറ. അപ്പോസ്തോലിക ഉപദേശം വേണം. ഇന്ന് കുറേ ഉപദേശിമാരെന്ന് പറയുന്ന തൊഴിലുറപ്പുകാർ പറയും, അമ്മാമ്മ ഒരു കാര്യം ചെയ്യ്, ആരും അറിയണ്ട, ഇവിടെ വന്നങ്ങ് മുങ്ങ്, എന്നിട്ട് നിൽക്കുന്നിടത്ത് അങ്ങ് പൊക്കോളാൻ. ഇവൻ കാട്ടുകള്ളനാ. മനസ്സിലായോ? ഇവൻ കള്ളനല്ല, പിന്നെ കാട്ടുകള്ളനാ. ഇവനെ സ്നാനപ്പെടുത്തിയ പടം മതി ഇവന് ഫേസ്ബുക്കിലും അല്ലേലും ഇടാൻ. നീ നരകത്തിൽ പോകും. സ്നാനപ്പെട്ടവൻ എവിടെയും ചെന്ന് കയറാൻ ഒക്കത്തില്ല. സ്നാനപ്പെട്ടവൻ അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ കീഴിലാണ്. അപ്പോസ്തോലിക ഉപദേശം കേട്ടും. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം. എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോയാൽ ഒക്കത്തില്ല, ആരാധന മുടക്കിയിട്ട് കൂട്ടായ്മയ്ക്ക് വരണം. അടുത്തത് അപ്പം നുറുക്കി. അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. അവനാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുന്നത്. എന്താ പേര്? 47-ാം വാക്യം ഒടുവിലത്തെ ഭാഗം വായിച്ച് പുസ്തകം അങ്ങ് അടച്ചോ. ഒരുമിച്ച് പാടാം. വായിച്ചോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് എന്ത്? പറയാങ്ങോട്ടെ, സഭ. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ചു സഭ. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചവിട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ടെറസിൻ്റെ മണ്ടയിൽ കൂടിയാലും ചന്ത മൈതാനത്ത് കൂടിയാലും ആ കൂട്ടത്തെ നോക്കി വിളിച്ചു സഭ. ആ കൂട്ടത്തിനകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, നസീറുണ്ട്, നാരായണനുണ്ട്, സുമേഷുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, ചാക്കോച്ചനുണ്ട്, തോമസ് കുട്ടിയുണ്ട്. കർത്താവ് തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങി സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തനിക്കായി വേർതിരിക്കപ്പെട്ട കൂട്ടം, അതാണ് ദൈവസഭ. ഒറ്റവാക്കി പറയാം, ഈ പറയപ്പെട്ട സഭയെ വാനമേഘ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നത്.